ആശംസിക്കുന്നു. അതിസുന്ദരമായ ഈ ദിനത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഇന്ന് സുഹൃത്തിനെ കേൾക്കാനുള്ള ആവേശത്തോടെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ സുഹൃത്തിനെ കേൾക്കാം. പ്രോഗ്രാം എല്ലാവർക്കും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അതൊന്നും വായിച്ച് നേരം കളയുന്നില്ല. നേരിട്ട് തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഔദ്യോഗികമായി നമ്മുടെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരിയായ നാം എല്ലാവരും നിസ എന്ന് വിളിക്കുന്ന ശ്രീമതി ജെഫ്നിസ എ, NJ ഹൗസ്, TKM കോളേജിന്റെ PO, കൊല്ലം, നിലവിൽ PWD സീനിയർ ക്ലർക്കായിട്ട് ചിന്നക്കടയിലുള്ള ഓഫീസിൽ കൊല്ലത്ത് ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ട നിസാജിയെ നമുക്ക് കേൾക്കാം. പ്ലീസ് നിസാജി. നമസ്കാരം. പുനർനവ കുടുംബത്തിലെ എൻ്റെ സ്നേഹനിധികളായ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാം എല്ലാ മാസത്തെയും അവസാന ഞായറാഴ്ച വളരെ അതിശയത്തോടെയും ആവേശത്തോടെയും ഉത്സാഹത്തോടെയും കാത്തിരിക്കുന്ന ഒരു സുദിനമാണിന്ന്. കാരണം എന്തെന്നാൽ ഈ ദിവസം നമ്മുടെ മഹനീയമായ ഈ പുനർനവ ഗ്രൂപ്പിലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരംഗത്തെ അവർ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് എന്ന് നമ്മൾ തൊട്ടറിയുന്ന ഒരു ദിനമാണ്. അതിലൂടെ ഓരോരുത്തരുമായിട്ടുള്ള നമ്മുടെ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഇഴയെടുപ്പം കൂടിക്കൂടി വരികയാണ്. ഈ ഒരു മഹത്തായ കാര്യം സാധിപ്പിച്ചെടുത്ത നമ്മുടെ പ്രിയങ്കരനായ ജോഷി സാറിനോട് അളവറ്റ നന്ദിയും സ്നേഹവും കരുതലും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിന്നും ഈ അവസരത്തിൽ നൽകുകയാണ്. ഈ സുദിനത്തിൽ ഇന്ന് നമ്മുടെ സുഹൃത്തായി എത്തുന്നത് നമ്മളെല്ലാം സ്നേഹത്തോടെ ബേബിച്ചൻ എന്ന് വിളിക്കുന്ന ശ്രീ ബേബി CP ആണ്. ഇവിടുത്തെ മറ്റൊരംഗമായ ശ്രീമതി ലൂസിയമ്മ ചേച്ചിയുടെ പ്രിയതമനുമാണ് ബേബിച്ചൻ. ബേബിച്ചൻ LICയുടെ ചങ്ങനാശ്ശേരി ബ്രാഞ്ചിൽ LIC അഡ്വൈസറായിട്ട് 17 വർഷമായി സേവനം ചെയ്തു വരികയാണ്. നിലവിൽ പ്രൊമോഷനായി ഡിവിഷണൽ മാനേജർ ക്ലബ് മെമ്പറുമാണ്. നമ്മളെല്ലാം എന്നും എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന പ്രകൃതി ഭംഗിയുടെ നിറകുടമായ കുട്ടനാടിന്റെ മടിത്തട്ടിലുള്ള രാമങ്കരി എന്ന സ്ഥലത്താണ് ബേബിച്ചൻ ജനിച്ചത്. 38 വർഷം മുന്നേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മുടെ ലൂസിയമ്മ ചേച്ചിയെ വിവാഹം കഴിച്ചു 2 മക്കളുമായി കൃഷിയെ സ്നേഹിക്കുന്ന മനുഷ്യനായി സന്തോഷവാനായി ജീവിച്ചു വരികയാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ വീടിന് മുന്നിലുള്ള പമ്പയാറിലൂടെ വള്ളം തുഴഞ്ഞ് പള്ളിയിലേക്ക് പോകുന്ന തികച്ചും ഒരു ദൈവവിശ്വാസിയെ നമുക്ക് ബേബിച്ചനിൽ കാണാം. 2018 കേരളം കണ്ട ഏറ്റവും വലിയ ആ വെള്ളപ്പൊക്കത്തിലും വീട്ടിൽ വെള്ളം കയറിയിട്ടും പിന്നീട് അവിടുന്ന് വിട്ടുപോകാതെ, കുട്ടനാട് വിട്ടുപോകാൻ കൂട്ടാക്കാതെ തന്നെ കുട്ടനാടിലെ ജനങ്ങളുമായി വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു പോകുന്നവരാണ് നമ്മുടെ ബേബിച്ചനും ലൂസിയമ്മ ചേച്ചി. നിസ്വാർത്ഥ സ്നേഹത്തിന്റെ നിറകുടമായ ബേബിച്ചൻ കുട്ടനാടിലെ ജനങ്ങൾ ഒരു ആവശ്യവുമായി വന്നാൽ സ്വന്തം കാര്യം പോലും മാറ്റിവെച്ച് ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് നിറവേറ്റുന്ന, കുട്ടനാടിനെ ഒരു മുത്തായി സ്നേഹിക്കുന്ന നമ്മുടെ ബേബിച്ചനെ പുനർനവയുടെ പേരിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം ആദ്യ പ്രതികരണത്തിനായി കാനഡയിൽ ടീച്ചറായി ജോലി നോക്കി വരുന്ന നമ്മുടെ അനിൽജിയുടെ പ്രിയപത്നി ശ്രീമതി ഷുഫാജിയെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുനർനവ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾക്കും ബേബിച്ചന്റെ മറുപടി പ്രസംഗത്തിനു ശേഷം നന്ദി പ്രകാശിപ്പിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരുവായ ശ്രീമതി രമ്യാജിയെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പുനർനവ അംഗങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉദ്യമം നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു നിസാജി. നമ്മൾ നമ്മുടെ സുഹൃത്തിനെ കേൾക്കാൻ പോവുകയാണ്. സുഹൃത്ത് CP ബേബി എന്നറിയപ്പെടുന്ന ചേർനാട്ടുശ്ശേരി രാമങ്കരി
കുട്ടനാട്. അദ്ദേഹം LICയുടെ DM ക്ലബ്ബ് മെമ്പർ കൂടിയാണ്. നമുക്ക് കേട്ട് തന്നെ മനസ്സിലാക്കാം. പ്രിയപ്പെട്ട ബേബിച്ചന് ഹാർദമായ സ്വാഗതം. പ്ലീസ് ബേബിച്ചൻ. എന്റെ പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സുഹൃത്തിനെ കേൾക്കാം എന്ന പരിപാടിയുടെ 11ാം മാസത്തിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ അണിയറ ശില്പിയായ ജോഷി സാറിനെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ വേണ്ടി സാർ എടുക്കുന്ന ഈ സന്മനസ്സിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് സാറിന്റെ ആത്മാർത്ഥതയ്ക്ക് ഞാൻ നന്ദിയുടെ നറുമരലുകൾ അർപ്പിക്കുന്നു. ജോഷി സാറിന്റെ ആരോഗ്യത്തിനും ദീർഘായുസിനും വേണ്ടി സർവശക്തനായ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത നമ്മുടെ കുടുംബാംഗമായ നിസാജിക്ക് കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം ഒരു നാടും കുറെ മനുഷ്യരും പിന്നെ ഞങ്ങളും എന്നുള്ളതാണല്ലോ. കുട്ടനാട്ടിലെ പ്രശസ്തമായ ഒരു കർഷക കുടുംബത്തിൽ ജനനം. രാമങ്കരി ചേന്നാട്ടുശ്ശേരി കുടുംബത്തിൽ 8 മക്കളിൽ 6ാമനായി ജനിച്ചു. 4 ആണും 4 പെണ്ണും. അച്ചായനും അമ്മച്ചിയും നല്ല ദൈവവിശ്വാസികളും മറ്റുള്ളവരോട് കരുണയുള്ളവരുമായിരുന്നു. അച്ചായൻ നല്ല അധ്വാനശീലനായിരുന്നു. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്തെ നാട്ടിലെ കൃഷി കൂടാതെ കൃഷി സീസണിൽ ഞങ്ങളുടെ തോട്ടപ്പള്ളിയിലുള്ള നിലത്തിലെ കൃഷിപ്പണിക്ക് വേണ്ടി ആൾക്കാരുമായി വെളുപ്പിനെ 3 മണിക്ക് വള്ളത്തിൽ ചോറും കറികളും ഒക്കെ എടുത്തു വെച്ച് പോയിട്ട് തിരിച്ചു വരുന്നത് രാത്രി 12 മണിക്കാണ്. തിരിച്ചു വരുമ്പോൾ തോട്ടപ്പള്ളിയിൽ നിന്ന് മീനും നിലത്തിന്റെ ചിറയിലുള്ള തെങ്ങുകളിലെ കരിക്കും ഒക്കെ ധാരാളം വള്ളത്തിലുണ്ടാവും. ഇന്നത്തെ പോലെ ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന അക്കാലത്തെ മീൻ ഉണങ്ങാനുള്ളതെല്ലാം ഉപ്പിട്ട് വെച്ചും കറി വയ്ക്കാനുള്ളതെല്ലാം പാകപ്പെടുത്തിയും അമ്മച്ചി കിടക്കുമ്പോൾ വളരെ വൈകും. അമ്മച്ചിയും നല്ല അധ്വാനശീലയും ആതിഥ്യമര്യാദയിൽ അഗ്രഗണ്യമായിരുന്നു. എന്റെ ബാല്യത്തിൽ നിലത്തേഴ്ത്താച്ചാൻ വീട്ടിൽ വന്നാണ് അക്ഷരങ്ങൾ പഠിപ്പിച്ചത്. രാമങ്കരി LPSൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുളുങ്ങുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഹൈദരാബാദിൽ നിന്ന് ഡിപ്ലോമ കരസ്ഥമാക്കി. അവിടെ തന്നെ 2 വർഷം ജോലി ചെയ്തു. പിന്നീട് ബോംബെയിൽ 8 വർഷം ജോലി ചെയ്തു. ആ സമയത്ത് എൻ്റെ അച്ചായൻ ഞങ്ങളെ വിട്ടുപോയി. അപ്പൻ്റെ മരണശേഷം ബോംബെയിൽ നിന്ന് തിരികെ പോരേണ്ടതായി വന്നു. നാട്ടിൽ കൃഷികാര്യങ്ങളിൽ വ്യാപൃതനായി. ആ സമയത്ത് ഞാനും എൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവും കൂടി ഫൈബർ പെട്രോൾ ടാങ്ക് ഉണ്ടാക്കുന്ന ബിസിനസ് ആരംഭിച്ചു. മാർക്കറ്റിംഗ് കുറവായതിനാൽ പിന്നീട് അത് ഉപേക്ഷിച്ചു. 1987 നവംബർ 1-ാം തീയതി ചങ്ങനാശ്ശേരി ഇത്തിത്താനത്ത് നിന്ന് ലൂസിയാമ്മയെ വിവാഹം ചെയ്തു. എനിക്ക് 2 മക്കൾ. മൂത്തത് മകൾ. അവൾ M.Tech കഴിഞ്ഞ് നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. ഭർത്താവ് ആഫ്രിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. മോൾക്ക് 2 കുട്ടികൾ, 1 ആണും 1 പെണ്ണും. അവർ എല്ലാവരും ഇപ്പോൾ ആഫ്രിക്കയിലാണ്. ഇളയത് മകൻ, അവൻ ബിസിനസ് അനലിസ്റ്റ് ആണ്. ഭാര്യ കെമിക്കൽ എഞ്ചിനീയർ ആണ്. 2 പേരും ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് 10 വർഷത്തോളം കൃഷിയും ബിസിനസ്സുമായി കഴിഞ്ഞു. ഫൈബറിന്റെ ബിസിനസ്സിന് ശേഷം AC റോഡ് സൈഡിൽ എൻ്റെ സ്വന്തം കെട്ടിടത്തിൽ സ്റ്റേഷനറിയും ടെലിഫോൺ ബൂത്തും ആരംഭിച്ചു. അത് നല്ല രീതിയിൽ എത്തിയപ്പോൾ ആ സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. 3 മാസത്തോളം കിടപ്പായി. അതോടുകൂടി ബിസിനസ് നിന്നുപോയി. അതിനുശേഷം കൃഷി മാത്രമായി ഒതുങ്ങി. അപ്പോൾ മക്കൾ 2 പേരും എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നു. പിന്നീട് ഹൈദരാബാദിൽ എൻ്റെ കൂടെ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സുഹൃത്തിനെ യാദൃശ്ചികമായി കാണുകയും എൻ്റെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അറിയുന്ന സുഹൃത്ത് ഒരു LIC അഡ്വൈസർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് മറ്റ് വരുമാന മാർഗം ഇല്ലാതിരുന്ന സമയത്ത് എന്നെ കൊണ്ട് LIC ഏജൻസി എടുപ്പിക്കുകയും തുടർന്ന് ഇപ്പോൾ 17 വർഷമായി LIC സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് നമ്മുടെ ജോഷി സാറിന്റെ പ്രിയതമ്മ മിനിയുമായി പരിചയപ്പെട്ടത്. അങ്ങനെയാണ് പുനർനവയിൽ അംഗമാകാൻ സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച സംഭവം എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ അമ്മയുടെ ആങ്ങളുടെയും വേർപാടാണ്.
എൻ്റെ അമ്മയുടെ ആങ്ങള മങ്കമ്പ് ഔട്ടം തിരുനാൾ സ്കൂളിൽ അധ്യാപകനായിരുന്നു. സഹോദരിയുടെ മക്കളായ ഞങ്ങളോടെല്ലാം അദ്ദേഹത്തിന് വളരെ സ്നേഹവും വാത്സല്യവുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്നും വന്ന ശേഷം കൊമ്പ് വെട്ടാൻ മാവിൽ കയറി. അദ്ദേഹത്തിന്റെ ഭാര്യയും 1 വയസ്സുള്ള മകനും ഭാര്യ വീട്ടിൽ പുതുപ്പള്ളിയിലായിരുന്നു. കൊമ്പ് വെട്ടിയതിനു ശേഷം അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എങ്ങനെയോ മാവിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി. അന്ന് അദ്ദേഹത്തിന് 32 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എന്തോ അത്യാഹിതം അമ്മ വീട്ടിൽ നടന്നുവെന്നറിഞ്ഞ് അച്ചായനും അമ്മയും ഞങ്ങൾ കുട്ടികൾ എല്ലാവരും കൂടി അമ്മ വീട്ടിലെത്തി. ചെന്നിറങ്ങിയപ്പോൾ ആരോ മരിച്ചുവെന്ന് മനസ്സിലായി. പ്രായമായ വല്യപ്പനോ വല്യമ്മയോ ആയിരിക്കുമെന്ന് കരുതി ഞങ്ങൾ വീട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോഴാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചായനാണ് മരിച്ചതെന്ന് മനസ്സിലായത്. ആ രംഗം ഇപ്പോഴും മനസ്സിന് നീറ്റലാണ്. 1985 ബോംബെയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അച്ചായൻ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ അഡ്മിറ്റായി. പെട്ടെന്ന് സീരിയസ് ആയി, അബോധാവസ്ഥരായി പോയി. എന്നെ അറിയിച്ചു. ഞാൻ ആശുപത്രിയിൽ എത്തിയെങ്കിലും സുബോധത്തോടെ അച്ചായനും എനിക്കും പരസ്പരം കാണാൻ സാധിച്ചില്ല. ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം 1985 സെപ്റ്റംബർ 2-ാം തീയതി അച്ചായൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. എൻ്റെ അച്ചായൻ നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരനായിരുന്നു. അച്ചായനെ സീരിയസ് ആണെന്ന് അറിഞ്ഞ് നാട്ടുകാർ ധാരാളം ഹോസ്പിറ്റലിലെത്തി. അച്ചായന്റെ മരണശേഷം ഇവരെയെല്ലാം ഒരു പ്രൈവറ്റ് ബസ് പിടിച്ചാണ് വീട്ടിലെത്തിച്ചത്. അച്ചായൻ മരിച്ച 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മരണം. 2 വർഷത്തോളം ഹാർട്ടിന്റെ വാൽവിനെ ലീക്കായി അമ്മച്ചി രോഗാവസ്ഥയിലായിരുന്നു. 2006 ജൂൺ മാസം ആദ്യം അമ്മച്ചി ചെത്തിപ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റായി. 72 ദിവസങ്ങൾക്ക് ശേഷം 2006 ഓഗസ്റ്റ് 23-ന് പ്രിയപ്പെട്ട അമ്മച്ചിയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. അമ്മച്ചിയുടെ രോഗാവസ്ഥയിൽ വീട്ടിലും ആശുപത്രിയിലും നന്നായി ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അമ്മച്ചിയും ലൂസിയാമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം കണ്ടിട്ട് ഇത് അമ്മച്ചിയുടെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ മകളാണ് എന്ന് പറയുന്നതും എല്ലാം ഇന്നും മനസ്സിൽ മായാത്ത ഓർമ്മകൾ ആയി അവശേഷിക്കുന്നു. ഇന്നും ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്ന ചില അബദ്ധങ്ങളും തമാശകളും ഉണ്ട്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞാനും എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠനും കൂടി അടുക്കളയിൽ നിന്ന് അമ്മച്ചി കാണാതെ തീപ്പെട്ടി എടുത്തുകൊണ്ടുപോയി വീടിന്റെ അടുത്തുള്ള ഓലമേഞ്ഞ തേങ്ങാക്കൂടിന്റെ പിറകിൽ പോയി തീപ്പെട്ടി ഉരിച്ച് കളിച്ച് രസിക്കുമ്പോൾ ഒരു തീപ്പെട്ടിക്കുള്ളി അബദ്ധത്തിൽ തേങ്ങാക്കൂടിന് പുറത്ത് വീണ് തീ പിടിച്ചു. തേങ്ങാക്കൂടിനകത്തെ നിറയെ തേങ്ങയും തടി ഉരുപ്പടികളും വള്ളങ്ങളിൽ പുരട്ടാനുള്ള മീനെയ് നിറച്ച പാട്ടകളും അടക്കി വെച്ചിരിക്കുകയായിരുന്നു. പൊരിക്ക് തീ പിടിച്ചു. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടി. വള്ളപ്പുരയോട് ചേർന്നുള്ള തോട്ടിൽ നിന്നും വെള്ളം കോരി തീ അണച്ചതുകൊണ്ട് വീട്ടിലേക്ക് തീ പടർന്നില്ല. പക്ഷേ തേങ്ങാക്കൂട്ടിനകത്തുണ്ടായിരുന്നതെല്ലാം കത്തി നശിച്ചു. ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഞാനും അനുജനും ഇളയ അനുജത്തെയും കൂടി സ്കൂളിൽ നിന്നും 4 മണിക്ക് ബോട്ടിൽ ഞങ്ങളുടെ വീടിന് നേരെ അക്കരെയുള്ള ബോട്ട് ചെട്ടിയിൽ വന്നിറങ്ങി. ഞങ്ങളുടെ വീട്ടിലെ സഹായിയായ തോമാച്ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ എത്തിക്കുവാൻ വേണ്ടി വള്ളത്തിൽ വന്നു. ഞങ്ങളെ 3 പേരെയും വള്ളത്തിൽ കയറ്റി. ഇക്കരയ്ക്ക് വന്നപ്പോൾ വള്ളം എങ്ങനെയോ മുങ്ങിപ്പോയി. ഞങ്ങളെല്ലാവരും വള്ളത്തിൽ പിടിച്ചു കിടന്നു. കുറെ ദൂരം ഒഴുകിയപ്പോൾ വേറെ വള്ളത്തിൽ ആൾക്കാർ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. ദൈവം രക്ഷിച്ചല്ലോ എന്ന ആശ്വാസത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഇളയ പെങ്ങൾ ഭയങ്കര കരച്ചിൽ. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ വള്ളം മുങ്ങിയപ്പോൾ അവളുടെ സ്കെയിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അവൾക്ക് അന്ന് ജീവനേക്കാൾ വലിയ വില സ്കെയിലിനായിരുന്നുവെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നും ചിരിക്കും. 2023 ഓഗസ്റ്റിൽ എൻ്റെ വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിച്ച് വീട് പൊളിച്ച് പണിയുവാൻ തുടങ്ങി. അതിനു മുമ്പ് തന്നെ മോന് വേണ്ടി കല്യാണാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറ്റിയ ആലോചനകൾ വരാത്തത് കൊണ്ട് നമുക്ക് ഇനി വീട് പണി പൂർത്തിയാക്കിയിട്ട് കല്യാണക്കാരിയെ നോക്കിയാൽ മതിയെന്ന് മോനും പറഞ്ഞു. എങ്കിലും 2 കാര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2023 ഡിസംബറിൽ നമുക്ക് പറ്റിയ ഒരു ആലോചന വരികയും 2024 ഓഗസ്റ്റിൽ വീട് പണി പൂർത്തിയാക്കാനും മോന്റെ വിവാഹം നടത്തുവാനും സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അവസരമായിരുന്നു.
ഞങ്ങളുടെ മോന്റെ വിവാഹത്തിലും ഞങ്ങളുടെ സന്തോഷത്തിലും പങ്കെടുത്ത പുനർനവ അംഗങ്ങളായ പ്രദീപ് സാർ, വാസി സാർ, രവി സാർ, ഗീതാജി, പ്രസീതാജി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ചേന്നാട്ടുശ്ശേരി കുടുംബത്തിൽ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയുണ്ട്. അധ്യാപകരാൽ സമ്പന്നമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഒന്നോ അതിൽ കൂടുതലോ അധ്യാപകർ ഉണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യയും ഇളയ സഹോദരിയും ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ജ്യേഷ്ഠന്റെ മകളും മകന്റെ ഭാര്യയും കോളേജ് അധ്യാപകരാണ്. എൻ്റെ മകളും എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. അതുപോലെ തന്നെ വൈദികരും സിസ്റ്റേഴ്സും അധ്യാപകരായി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഫാദർ ജോസ് ചേന്നാട്ടുശ്ശേരി CMI ഞങ്ങളുടെ കുടുംബാംഗമാണ്. 2025 ഓഗസ്റ്റ് 2 ഫാദർ ജോസ് ചേന്നാട്ടുശ്ശേരിയെ ലോകത്തിലെ 240 കാത്തലിക് യൂണിവേഴ്സിറ്റികളിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് മെമ്പറായി തിരഞ്ഞെടുത്തു. കൂടാതെ 2025 സെപ്റ്റംബർ 23 കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള സർവീസ് എക്സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ എക്സലൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് പുരസ്കാരം ഡോക്ടർ ഫാദർ ജോസ് ചേന്നാട്ടുശ്ശേരിക്ക് ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നേടിയത്. എൻ്റെ 3 സഹോദരന്മാരിൽ മൂത്ത ജ്യേഷ്ഠൻ ഫെഡറൽ ബാങ്ക് റിട്ടയർ മാനേജരും രണ്ടാമത്തെ ജ്യേഷ്ഠൻ റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകനുമാണ്. ഇളയ സഹോദരൻ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. എൻ്റെ നാട് കുട്ടനാട് എനിക്ക് മുത്താണ്. 2018 മഹാജലപ്രളയത്തിന് ശേഷം അനേകം പേർ കുട്ടനാട് ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. എൻ്റെ നാടിനോടുള്ള സ്നേഹം കൊണ്ട് പ്രളയാനന്തരം 2024 ഞങ്ങൾ ഒരു വീട് ഇവിടെ തന്നെ പുനർനിർമ്മിച്ചു. എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന കരിമീനും കുട്ടനാടൻ താറാവും തെങ്ങിൻ കള്ളും സുലഭമായിരിക്കുന്നത് ഈ നാടിന്റെ പ്രത്യേകതയാണ്. വിവിധ മതങ്ങൾ സ്നേഹത്തോടും സഹകരണത്തോടും കൂടി സമാധാനപരമായി ജീവിക്കുന്നു. പരസ്പരം മാത്സര്യമില്ലാതെ ലളിതമായി ജീവിക്കാവുന്ന എൻ്റെ കുട്ടനാടിനെ ഞാൻ ഉപേക്ഷിക്കില്ല. കേരളത്തിലെ 4 പ്രധാന നദികളായ പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നിവയും വേമ്പനാട്ടുകായലും ചേർന്ന് രൂപം നൽകിയ ഡെൽറ്റ പ്രദേശമാണ് കുട്ടനാട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കാർഷിക പ്രാധാന്യമുള്ള പ്രദേശമാണ് കുട്ടനാട്. ഇതിന്റെ മൊത്തം വിസ്തൃതി 870 ചതുരശ്ര കിലോമീറ്ററാണ്. കായലുകളും വിശാലമായ പാടശേഖരങ്ങളും ഇവിടുത്തെ പ്രധാന ഭൂപ്രകൃതിയാണ്. 500 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ലോകത്തിലെ തന്നെ അപൂർവമായ കൃഷിയിടങ്ങളിൽ ഒന്നാണ്. നെൽകൃഷിക്ക് പേരുകേട്ട ഇവിടം കേരളത്തിലെ നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രം കൂടിയാണ്. കുട്ടനാടിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല കേട്ടുകേഴ്വികളും ഉണ്ട്. അതിൽ മുഖ്യം ചുട്ടനാട് പ്രായണ കുട്ടനാട് ആയി മാറി എന്നതാണ്. അതായത് ചരിത്ര കാലഘട്ടങ്ങളിൽ നിബിഡവനമായിരുന്ന ഈ പ്രദേശം കാട്ടുതീ പോലെയുള്ള കാരണങ്ങളാൽ ചുട്ടരിക്കപ്പെട്ടുവെന്നും പിന്നീട് ഈ പ്രദേശം സമുദ്രത്താൽ ആവൃതമായി പോയി എന്നും കാലാന്തരത്തിൽ സമുദ്രം പിൻവാങ്ങിയപ്പോൾ അവശേഷിച്ച പ്രദേശമാണ് ഇന്ന് കാണുന്ന കുട്ടനാട് എന്നുമാണ്. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കരിനിലങ്ങളിൽ മണ്ണിൽ കാണപ്പെടുന്ന കറുത്ത മരങ്ങളുടെ അവശിഷ്ടങ്ങളും ചുട്ടനാട് പിന്നീട് കുട്ടനാട് ആയതെന്ന അറിവിലേക്ക് വിരൽ ചൂണ്ടുന്നു. കുട്ടനാടിനെ പറ്റി വേറെയും ഐതിഹ്യങ്ങളുണ്ട്. സമയക്കുറവ് മൂലം അത് ഇവിടെ വിവരിക്കുന്നില്ല. കായൽ ടൂറിസത്തിനും പ്രകൃതി ഭംഗിക്കും പേരുകെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കുട്ടനാട്. കായൽ സൗന്ദര്യവും നെൽവയലുകളും ഗ്രാമീണ കാഴ്ചകളും ആസ്വദിക്കാവുന്ന പ്രദേശം. കുട്ടനാടിന്റെ ചരിത്രത്തിൽ കായൽ നികത്തലും നെൽകൃഷിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നു. 5000-ലധികം വർഷം പഴക്കമുള്ള ഒരു ധാന്യ വിളയാണ് നെല്ല്. എന്റെ ചെറുപ്പകാലത്ത് നെൽകൃഷിക്ക് വേണ്ടി വെള്ളം വറ്റിക്കുന്നത് ചക്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു. മനുഷ്യർ കയറിയിരുന്ന് ചക്രം ചവിട്ടിയാണ് വെള്ളം വറ്റിച്ചിരുന്നത്. നെൽവിത്ത് പറമ്പിൽ പാകി കിളിർപ്പിച്ച് ഞാറ് പറിച്ചെടുത്ത് പിടികളാക്കി സ്ത്രീകൾ അത് നിലങ്ങളിൽ നട്ടു കിളിർപ്പിക്കുന്നതും ഞാറ് നടുമ്പോൾ അവർ പാടുന്ന പാട്ടുകളുമൊക്കെ വളരെ രസകരമായ കാഴ്ചകളായിരുന്നു. അന്നത്തെ മനുഷ്യരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും
ഒരിക്കലും നമുക്ക് വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വിത്ത് വെള്ളത്തിലിടുന്നതും അതിന്റെ സമയം നോക്കി തടയിലിട്ട് കിളിർപ്പിച്ച് വട്ടികളിലാക്കി ഉറക്കം പോലെ ഉപേക്ഷിച്ച് വള്ളത്തിൽ കൊണ്ടുപോയി വിതയ്ക്കുന്നതും എല്ലാം ഹൃദ്യമായ അനുഭവങ്ങളായിരുന്നു. ഇന്നത്തെ പോലുള്ള രാസവള പ്രയോഗങ്ങളോ കീടനാശിനികളോ ഒന്നുമില്ലാതെ ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്ന നെല്ലിന്റെ കൊയ്ത്തും പരുപിടുത്തവും കച്ചി ഉണക്കും തൊറുപിടിയിലും അറകളിൽ നെല്ല് ശേഖരിക്കുന്നതും അടുത്ത കൃഷിക്ക് വിത്ത് ഉണക്കി പത്തായത്തിലിടുന്നതും എല്ലാം വളരെ ആയാസകരമായ ജോലികളായിരുന്നു. വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. പാതിരാമണൽ, പെരുമ്പളം, പള്ളിപ്പുറം തുടങ്ങിയ ദ്വീപുകൾ വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗമാണ് കൊച്ചി തുറമുഖം. വേമ്പനാട്ട് കായലിന്റെ ഭംഗി ആസ്വദിക്കാൻ ഹൗസ് ബോട്ടുകളിൽ വരുന്ന ടൂറിസ്റ്റുകൾ കുട്ടനാടൻ വിഭവങ്ങളുടെ രുചിക്കൂട്ട് ആസ്വദിച്ച് തൃപ്തരായി മടങ്ങുന്നു. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലെ പ്രധാന ആകർഷണമാണ് തണ്ണീർമുക്കം ബണ്ട്. കേരളത്തിലെ നെൽകൃഷിയെ ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണിത്. അതുകൊണ്ട് കുട്ടനാട്ടിൽ വർഷം മുഴുവൻ ശുദ്ധജലം ലഭിക്കുന്നു. തോട്ടപ്പള്ളി സ്പിൽവേ ആലപ്പുഴയിൽ നിന്നും 20 കിലോമീറ്റർ മാറി തോട്ടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സ്പിൽവേ അഥവാ ചീപ്പ് ആണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1955 പണി പൂർത്തിയാക്കിയ സ്പിൽവേയിൽ കൂടിയാണ് NH-66 കടന്നു പോകുന്നത്. 420 മീറ്ററാണ് ഇതിന്റെ ദൂരം. ജലോത്സവങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക കായിക പെരുമയുടെ അടയാളമാണ് കുട്ടനാട്ടിലെ വള്ളംകളി. ജാതിയുടെയും മതത്തിന്റെയും അതിർ വരമ്പുകൾക്കപ്പുറം മനുഷ്യരെ ഒന്നിപ്പിക്കാനും സന്തോഷിപ്പിക്കുവാനും ജലോത്സവങ്ങളിലൂടെ സാധിക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളികൾക്ക് ആലപ്പുഴക്കാരനെ അടയാളപ്പെടുത്താൻ വള്ളംകളി എന്ന ഒറ്റ വികാരം മതി. വള്ളംകളിയുടെ ഉൽപ്പത്തിയോളം പഴക്കമുള്ള ചമ്പക്കുളം മൂലം വള്ളംകളിയോടെ കുട്ടനാട്ടിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. മലയാളിയുടെ സ്വപ്നത്തിന് നിറച്ചാർത്തുകൾ നൽകുന്ന ദേശാന്തര വേദിയാണ് നെഹ്റു ട്രോഫി. പുന്നമടയിലെ ജലപ്പരപ്പിന് തീപിടിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിന് തുഴയെറിഞ്ഞു തുടങ്ങിയിട്ട് 73 വർഷം. 1952 ആലപ്പുഴയിലെത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കാൻ കുട്ടനാട്ടിൽ നടത്തിയ മത്സര വള്ളംകളിയാണ് പിന്നീട് ലോക പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളിയായി മാറിയത്. അടുത്ത കാലത്ത് വള്ളംകളിയുടെ മഹത്വം വിളിച്ചറിയിക്കുവാൻ ക്രിക്കറ്റിനും ഫുട്ബോളിനും ഉള്ളതുപോലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അതായത് CBL വള്ളംകളി നടത്തി വരുന്നു. ഓണക്കാലത്ത് കുട്ടനാട് നിറയെ ജലവേളകളാണ്. പുളുങ്ങുന്ന് രാജീവ് ഗാന്ധി ജലോത്സവം, പായിപ്പാട്ട് വള്ളംകളി, കരുവാറ്റ ജലോത്സവം, നെരേറ്റുപുറം വള്ളംകളി, മഹാത്മാ വള്ളംകളി, താഴത്തങ്ങാടി വള്ളംകളി, കുമരകം വള്ളംകളി ഇവയെല്ലാം കുട്ടനാട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും നടക്കുന്ന ജലമേളകളാണ്. എറണാകുളത്തും ബേപ്പൂരിലും തൃശ്ശൂരിലും കൊല്ലത്തും കായംകുളത്തുമൊക്കെ ഇന്ന് ജലമേളകൾ നടത്തപ്പെടുന്നുണ്ട്. ആചാരപരമയിൽ നടത്തപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഞങ്ങളുടെ നാടിനോട് ചേർന്ന് തന്നെയാണ്. കളിവള്ളങ്ങൾ പ്രധാനമായി ചുണ്ടൻ വള്ളം, ചമ്പക്കുളവും കാരിച്ചാലും കാവാലവും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെപ്പുവള്ളം, ഓടിവള്ളം, ചുള്ളൻ വള്ളം, തെക്കനോടി വള്ളം എന്നിവയൊക്കെയാണ് പ്രധാന വള്ളങ്ങൾ. കുട്ടികൾക്കും സ്ത്രീകൾക്കും വരെ മത്സരമുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ഞങ്ങളുടെ വള്ളപ്പുരയിൽ നിർമ്മിച്ച ചരക്ക് കയറ്റുന്ന 3 വലിയ കെട്ടുവള്ളങ്ങളും ആൾക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാവുന്ന 3 വള്ളങ്ങളും അതിന്റെ കൂടാരവും 2 കൊതുമ്പ് വള്ളങ്ങളും രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ഇന്നും എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. പിന്നീട് ഈ വള്ളങ്ങൾ എല്ലാ വർഷവും റിപ്പയറിങ്ങിന് കയറ്റുന്നതും പണി തീർത്ത് ഇറക്കുന്നതുമെല്ലാം നാട്ടുകാരുടെ ആത്മാർത്ഥമായ സഹകരണത്തോടും ആവേശത്തോടും കൂടിയായിരുന്നു. വിനോദ തീർത്ഥാടന കേന്ദ്രങ്ങളായ പുന്നമടക്കായൽ, സി ബ്ലോക്ക് കായൽ, വേമ്പനാട്ട് കായൽ, പാതിരാമണൽ, 6 ബ്ലോക്ക്, പ്രശസ്തനായ തകഴി ശിവശങ്കരപ്പിള്ള മ്യൂസിയം, കൈനഗിരിയിലെ വിശുദ്ധ ചാവറയച്ചന്റെ ജന്മഗ്രഹമായ ചാവറ ഭവൻ, ചിത്തിരപ്പള്ളി ഇവയെല്ലാം കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിലെ പ്രമുഖ വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്താം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ശ്രീ IC ചാക്കോ എൻ്റെ വീടിനടുത്താണ്.
പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞനും കുട്ടനാട് പാക്കേജിന്റെ ഉപജ്ഞാതുമായ ഡോക്ടർ MS സ്വാമിനാഥൻ മങ്കമ്പെ, മുൻ മന്ത്രി ശ്രീ KM ഗോര, ശ്രീ തോമസ് ജോൺ XMLA, കായൽ രാജാവായ ശ്രീ ജോസഫ് മുരിക്കൻ, വള്ളംകളി കമന്റേറ്റർമാരായ ശ്രീ PD ലൂക്ക്, ശ്രീ VV ഗ്രിഗരി, ശ്രീ ജോസഫ് ചേന്നാട്ടുശ്ശേരി, ഇന്ന് കാണുന്ന കുട്ടനാടിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ KC ജോസഫ് XL MLA ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഗാനരചയിതാക്കളായ ശ്രീ കാവാലം നാരായണ പണിക്കർ, ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീ അയ്യപ്പ പണിക്കർ, സർദാർ KM പണിക്കർ, ശ്രീ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ശ്രീ PN പണിക്കർ, ജ്ഞാനപീഠം കരസ്ഥമാക്കിയ ശ്രീ തകഴി ശിവശങ്കര പിള്ള, സിനിമാ താരങ്ങളായ ശ്രീ നെടുമടി വേണു, രാമഗിരിക്കാരനായ ശ്രീ വേണു നാഗവള്ളി, ശ്രീ ലാലി മുട്ടാർ, ശ്രീ പ്രമോദ് വെളിയനാട്, മജീഷ്യൻ ശ്രീ മനു മങ്കമ്പെ, വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് സജ്ജൻ, എറണാകുളം അതിരൂപതയുടെ ആദ്യ നാട്ടുമെത്രാനായിരുന്ന ബിഷപ്പ് ലൂയിസ് പഴയപറ, ബിഷപ്പുമാരായ മാർ ജെയിംസ് കാലാശ്ശേരി, മാർ തോമസ് കുര്യാളശ്ശേരി എന്നിവർ കുട്ടനാട്ടുകാരാണ്. വിശുദ്ധ ചാവറയച്ചന്റെ അമ്മയുടെ എൻ്റെ ഇടവക ദേവാലയത്തിന് അടുത്താണ്. ബോബനും മോളിയും കാർട്ടൂൺ ആർട്ടിസ്റ്റ് ശ്രീ ടോം സത്തിക്കളം എൻ്റെ ഇടവകാംഗമാണ്. എൻ്റെ സഹപാഠി ഇടവകാംഗം, മാധ്യമ രംഗത്തെ പ്രഗത്ഭൻ, തിരുവത്തിരാമൻ അവാർഡ് ജേതാവ്, കേരള മീഡിയ അക്കാദമി ചെയർമാൻ ഒക്കെയായിരുന്ന ശ്രീ സെർജി ആന്റണി. കുട്ടനാട്ടിലെ പ്രധാന സ്ഥാപനങ്ങളായ മങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം, പുളുങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, എടത്വ സെന്റ് അലോഷ്യസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കുട്ടനാട്ടിലെ ഏക സംസ്കൃത വിദ്യാലയമായ വെളിയനാട് NSS ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കമ്പെ, ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ കാവാലം, ITCകളായ പുളുങ്കുന്ന് സെന്റ് മേരീസ് ITC, എടത്വ പൈസ്റ്റൺ ITC എന്നിവയും കൂടാതെ കുട്ടനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട്. രാമങ്കരിയിലുള്ള AEO DEO ഓഫീസുകൾ, ഈ സ്ഥാപനങ്ങളെല്ലാം ഞങ്ങളുടെ നാടിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. കൂടാതെ കുട്ടനാട്ടിലെ ഏക മജിസ്ട്രേറ്റ് കോടതി എൻ്റെ പഞ്ചായത്തിലാണ്. ആരാധനാലയങ്ങൾ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കളത്തുകാവ് ദേവീക്ഷേത്രം കുട്ടനാട്ടിലെ നീരേറ്റുപുറത്താണ്. അമ്പലപ്പുഴ പാൽപായസത്തിന് പ്രസിദ്ധിയാർജിച്ച അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, മങ്കമ്പ് ഭഗവതി ക്ഷേത്രം, പൂരം പടയണി നിൽക്കുന്ന നീലമ്പരൂർ ക്ഷേത്രം, പ്രമുഖ ക്രൈസ്തവ ദേവാലയമായ കുട്ടനാട്ടിലെ ഏറ്റവും പുരാതനമായ ചമ്പിക്കുളം ബസിലിക്ക, തമിഴ്നാട് തീർത്ഥാടകരുടെ തെക്കരുടെ പുണ്യഭൂമിയായ എടത്വ സെന്റ് ജോർജ് ഫൊറോന ദേവാലയം, പുളുങ്ങൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയം എന്നിവയാണ്. എൻ്റെ പൂർവികർ പരമ്പരാഗതമായ നെൽകൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അതിലൂടെ അവർക്ക് നാട്ടിൽ വലിയ ബഹുമാനവും ആദരവും ലഭിച്ചിരുന്നു. അതിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്ന ഞാൻ നെൽകൃഷിയെ അതിയായി സ്നേഹിച്ചു, കൃഷി തിരഞ്ഞെടുത്തു. എന്നാൽ ഇന്ന് നെൽകൃഷിയും കാർഷിക രംഗവും പ്രതിസന്ധികളിലും വെല്ലുവിളികളും നേരിടുന്നു. കൃഷിപ്പണിക്ക് സ്ത്രീ തൊഴിലാളികളുടെ ദൗർലഭ്യം, വളങ്ങളുടെയും കീടനാശിനികളുടെയും വിലവർധന, കാലം തെറ്റി വരുന്ന ജലപ്രളയം, കൊയ്ത് ഉൽപ്പാദിപ്പിച്ച നെല്ല് വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അരിമിൽ ഉടമകളുടെ ചൂഷണം, അതായത് ഈർപ്പത്തിന്റെ പേരിൽ 5 കിലോ മുതൽ 10 കിലോ വരെ കിൻഡലിന് വരുത്തുന്ന കുറവ്, വിറ്റഴിച്ച നെല്ലിന്റെ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അനന്തമായ കാത്തിരിപ്പ്, ഇവയെല്ലാം കർഷകർ അനുഭവിക്കുന്ന വർത്തമാനകാല പ്രതിസന്ധികളാണ്. അല്പം ഒരു ആശ്വാസം കൊയ്ത്തന്ത്രം ലഭ്യമായിരിക്കുന്നു എന്നത് മാത്രമാണ്. വലിയ സ്വപ്നങ്ങളുമായി കൃഷിയിറക്കുന്ന കർഷകന്റെ നെഞ്ചിടിപ്പ് സർക്കാർ ഉൾപ്പെടെയുള്ള യാതൊരു സംവിധാനങ്ങളും പരിഗണിക്കുന്നില്ല. പഴയകാല ജന്മികൾ കൃഷി ഉപേക്ഷിച്ചു. പാട്ട കർഷകരാണ് ഇപ്പോൾ കൂടുതൽ. 1 ഏക്കർ നിലം കൃഷി ചെയ്യാൻ സ്വന്തം നിലമാണെങ്കിൽ ഏകദേശം 30,000 രൂപ വേണ്ടിവരും. അനുകൂലമായ വിളവാണെങ്കിൽ 55,000 രൂപ വരെ ലഭിക്കാം. എന്നാൽ പാട്ടക്കൃഷിക്കാരൻ 30,000 രൂപയും അതിനു മുകളിലും പാട്ടം കൊടുക്കണം. നിലമെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് ലാഭം ഒന്നും കിട്ടുകയില്ല എന്ന് കണക്കിൽ നിന്നും വ്യക്തമാണ്. ഈ സ്ഥിതി തുടർന്നാൽ അടുത്ത തലമുറ കൃഷിരംഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയില്ല. പുനർനവയിലേക്ക് കടന്നു വന്നതോടെ ഞങ്ങളുടെ ടൈം ടേബിളുകൾക്ക് തന്നെ മാറ്റം വന്നു. രാവിലെ 4:30 യോഗ ചെയ്യുന്നു,
അതിന്റെ മാറ്റം ഞങ്ങളുടെ ആരോഗ്യത്തിൽ വന്നു. ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോകുന്നത് കൊണ്ട് രാവിലെ എല്ലാവരോടും കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടാറില്ല. പക്ഷേ പുനർനർവ സംഘടിപ്പിക്കുന്ന ഗെറ്റ് ടുഗദറുകളിൽ പങ്കെടുക്കുകയും സൗഹൃദം ഊട്ടി വളർത്തുകയും ചെയ്യുന്നു. പുനർനവയിൽ വന്നതോടെ കുറെ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ലഭിച്ചു. ആ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ ഊഷ്മളമാക്കുന്നു. യോഗയിൽ കാണാത്തപ്പോൾ പരസ്പരം വിളിച്ച് അന്വേഷിക്കുന്നു. ഏതെങ്കിലും പരിപാടികളിൽ എല്ലാവരും കണ്ടുമുട്ടുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള കാണുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയും എല്ലാവരും പരസ്പരം സംസാരിച്ച് പിരിയുവാൻ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ പുനർനവയിലെ ഇഴയെടുപ്പം. ഞങ്ങളുടെ വീട്ടിൽ വന്ന ഹരിസാർ, ഫിലോമിനാജി, പ്രദീപ് സാർ, രാധാജി, രവി സാർ, ഗീതാജി, അനിൽജി, ജേക്കബ് സാർ, റോസ് ജി എന്നിവരെ വളരെ നന്ദിയോടെ ഓർക്കുന്നു. പുതുതലമുറയ്ക്ക് നൽകാനുള്ള ഏതാനും കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം. എത്ര തിരക്കായാലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിലെയും മക്കളുടെയും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ ചെയ്താൽ വിജയത്തിലും പരാജയത്തിലും ഒന്നിച്ചു നിൽക്കാൻ സാധിക്കും. വിജയത്തിൽ അഭിനന്ദിക്കുകയും പരാജയത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. നവമാധ്യമങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും ദിവസത്തിൽ കുറെ സമയം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക. കുടുംബ ഭദ്രതയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനുമായി തിരഞ്ഞെടുക്കുന്ന നിക്ഷേപ പദ്ധതികൾ കരുതലോടെ മാത്രം സ്വീകരിക്കുക. മക്കൾക്ക് സമ്പാദ്യം നേടിക്കൊടുക്കുന്നതിലല്ല മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്, മറിച്ച് മൂല്യമുള്ള ബോധ്യങ്ങൾ നൽകുക. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക. ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിക്കുക. അവനവൻ വിശ്വസിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ദിവസവും പോവുകയും എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നുള്ളത് എൻ്റെ ജീവിത സാക്ഷ്യമായി ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിർത്തട്ടെ. നന്ദി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. സ്വന്തമായി ഒന്നുമില്ല, സർവവും നിന്താനും സ്വസ്ഥമായി ഉറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അതിഗംഭീരമായ ഒരു അരമണിക്കൂറാണ് കടന്നുപോയത്. ഒരു നാടും കുറെ മനുഷ്യരും പിന്നെ ഞങ്ങളും മുത്താണ് കുട്ടനാട്. ഇതിന്റെ ആദ്യ പ്രതികരണം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ശുഭ കാട്ടിൽ പറമ്പത്ത്, കാനഡയിലാണ് താമസം, 212A ലിവിങ്സ്റ്റൺ അവന്യൂ, ടൊറോണ്ടോ. ടീച്ചറാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രിയങ്കരിയാണ്. നമുക്ക് ശുഭാജിയെ കേൾക്കാം. ശുഭാജിയുടെ തല ഇച്ചിരുടെ മേലേക്ക് വരണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, പ്ലീസ് വെൽക്കം. താങ്ക് യു ജോഷി സർ. തല ഇച്ചിരുടെ വരാനുണ്ട്. ജോഷി സാറിന് നന്ദി. ഇന്നത്തെ ഈ ഒരു സെഷൻ അവതരിപ്പിച്ച, സുഹൃത്തിനെ കേൾക്കാം എന്ന സെഷൻ അവതരിപ്പിച്ച ബേബിച്ചൻ സാറിനും കൂടെ ലൂസിയാമ്മ മാമിനും ഒരുപാട് നന്ദി. ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഇത്
ഒട്ടും മുടങ്ങാതെ ഈ 11 മാസവും കൊണ്ടു നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ജോഷി സർ, അതിന് എത്ര നന്ദി പറഞ്ഞാലും ഈ പുനർനവ കുടുംബത്തിന് മതിയാവില്ല. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നല്ലൊരു നമസ്കാരം. ബേബിച്ചൻ സാറ് അവതരിപ്പിച്ചത് രണ്ട് ഘട്ടമായിട്ട്, ഘട്ടമല്ല എന്താ പറയാ, രണ്ട് ഇതായിട്ടാണ് അവതരിപ്പിച്ചത്. ഒന്ന് കുടുംബാംഗങ്ങളെയും പിന്നെ നാടിനെയും. വളരെ നന്നായിട്ട് മനോഹരമായി നല്ല അടുക്കും ചിട്ടയോടും കൂടി തന്നെയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും സാറിനെ പറ്റി അറിയാൻ നന്നായിട്ട് മനസ്സിലായി. കുടുംബ ബന്ധങ്ങളും അതിൻ്റെ ആഴവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും, പിന്നെ അതിനെ നമ്മൾ എത്രത്തോളം ഹൃദയത്തോടെ ചേർത്ത് വെക്കണം എന്നുള്ളതും, പിന്നെ കുടുംബത്തിലെ സംഭവിച്ച എന്താ പറയാ അപ്സ് ആൻഡ് ഡൗൺ, അതും എല്ലാം സാറ് ഞങ്ങൾക്ക് ഇവിടെ തന്നു. അപ്പൊ തന്നെ സാറിന്റെ കുടുംബത്തിനെ പറ്റി, കുടുംബാംഗങ്ങളെ പറ്റിയും അതിൻ്റെ ബന്ധങ്ങളുടെ ആഴത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാർ ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ കുട്ടനാട് എന്ന ഒരു നാട്, അതായത് കുട്ടനാട് അന്നും ഇന്നും ഇനി നാളെ എന്നത് രീതിയിലാണ് സാർ ഇവിടെ അവതരിപ്പിച്ചത്. സാറ് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കുട്ടനാടിൻ്റെ വഴികളിലൂടെ തന്നെ ഞങ്ങളെയും കൊണ്ടുപോകുമായിരുന്നു. സാർ ഒരുപാട് നന്ദി. അവിടുത്തെ ആളുകളെ പറ്റിയും ആ നാടിനെ പറ്റിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞു കേൾക്കുമ്പോൾ ആ നാടിനോട് ചെറുതായിട്ടൊരു പ്രണയം വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിലുള്ള ഒരു ഇഷ്ടമുള്ളൊരു നാടാണ് കുട്ടനാട്. അതിനെ ഒന്നും കൂടി സാർ ഊട്ടി ഉറപ്പിച്ചു. ഒരുപാട് നന്ദി സാർ. ഇതിനു വേണ്ടി എടുത്ത ഒരു എഫേർട്ട്, ഹാൻഡ്സ് ഓഫ് സാർ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് 100% ആയിട്ട് അത് വിജയിച്ചു എന്ന് തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം. എല്ലാവരുടെ പേരിൽ, എൻ്റെ പേരിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു സാർ. ഒരുപാട് നന്ദി. ഞാൻ എല്ലാവരുടെ പേരും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതുപോലെ തന്നെ ചിന്തിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ പേരിൽ നിന്ന് പറഞ്ഞത്. സാർ ഒരുപാട് നന്ദി. ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സുഭാജി. ഓ സൂപ്പർ. ആദ്യ പ്രതികരണം. സുഭാജിക്ക് പ്രത്യേകം നന്ദി പറയട്ടെ. നമ്മള് നേരിട്ട് പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. ധൃതിയുള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. എല്ലാവരും പ്രതികരിച്ചിട്ട് മാത്രമേ പോകാവൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തവണ അമേരിക്കയിൽ നിന്നും തുടങ്ങും, യിൽ നിന്ന്. ആയിക്കോട്ടെ. ഇത് ഡേവിഡ്സൺ പറഞ്ഞ എല്ലാം കേട്ട് വളരെ നന്നായിരുന്നു. ശിവാജി പറഞ്ഞ പോലെ നല്ലപോലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും കുട്ടനാട് കണ്ടിട്ടില്ലാത്തവർക്കും അതിന്റെ ആ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ, മനസ്സിലൊന്ന് ആസ്വദിക്കാൻ, കണ്ടിട്ടില്ലാത്തവർ സത്യമായിട്ടും ബേബിച്ചനെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ബേബിച്ചൻ താമസിക്കുന്നത് തന്നെ ഒരു വലിയ റിസോർട്ട് പോലെ നമുക്ക് തോന്നും അവിടെ ചെന്നാല്. അത്രയ്ക്ക് രസമാണ് ബേബിച്ചൻ താമസിക്കുന്ന സ്ഥലവും അതിന്റെ മുമ്പിലത്തെ ആറും. ശിവാജി എസ്പെഷ്യലി ഒന്ന് വന്ന് 2-3 സിസ്റ്ററോ ബ്രദറോ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയും കൂടെ കൊണ്ടുവന്ന് അവിടെ ഒരു ഹൗസ് ബോട്ടിലും ഒക്കെ ഒന്ന് കയറി ഒന്ന് എൻജോയ് ചെയ്യണം. ഇത് നല്ലതായിട്ട് പ്രസന്റ് ചെയ്തു ബേബിച്ചൻ. വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. മാതാപിതാക്കളുടെ ആതിഥ്യ മര്യാദയും ഹാർഡ് വർക്കും അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ബേബിച്ചൻ എന്നെ ആക്ച്വലി ടച്ച് ചെയ്തു വളരെ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം മാതാപിതാക്കൾ അതുപോലെ ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ആതിഥ്യ മര്യാദയില് ഇന്നത്തെ കാലത്തെ പോലെ അല്ല അന്നത്തെ. അത് ലൂസിയമ്മയിൽ പ്രത്യേകം അത് കാണുന്നുമുണ്ട്. ആതിഥ്യ മര്യാദ അമ്മയുടെയൊക്കെ കൂടെ താമസിച്ച് വളർന്നുകൊണ്ട് അതും പ്രത്യേകിച്ച് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒരു നല്ല ദൈവവിശ്വാസിയാന്നുള്ളത് ഇതിൽ കൂടെയും അല്ലാതെയും ഞങ്ങൾക്ക് മനസ്സിലായി. അത് അതിന്റെ ആ അവസാനം പറഞ്ഞല്ലേ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരുമിച്ച് ഓരോ കാര്യങ്ങളും നമ്മള് കുടുംബത്തിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരുമിച്ച് പങ്കിടുമ്പോൾ അതിൻ്റെതായ ആ കുടുംബത്തിന്റെ ആ മഹിമ വളരെ വ്യക്തമായിരുന്നു. പിന്നെ ഇന്ന് ഒരു ഫ്രണ്ട് വന്ന് LIC-യിലേക്ക് ചേർത്തതും അതും നമുക്ക് ചിലപ്പോ ഒന്നുമില്ലാതിരിക്കുമ്പോ ഒരു
ഒരു കച്ചിത്തുരുമ്പായിട്ട് നമുക്കൊരു ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ നമ്മളെ വന്ന് അതുപോലെ പ്രത്യേകിച്ച് എന്താണെന്നറിയാം ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവം ഓരോരുത്തരെ നമുക്ക് അതാ സമയത്ത് നമുക്ക് കൊണ്ടുതരും. അതാണ് അതിന്റെ ഒരു ദൈവവിശ്വാസിക്ക് കിട്ടുന്ന പ്രത്യേക പ്രചോദനമാണത്. അതുപോലെ തന്നെ ഒരു കാര്യം മാത്രം എനിക്ക് ക്ലിയർ ആകാഞ്ഞതുള്ളൂ. ഹൈദരാബാദിൽ പോയി ഡിപ്ലോമ പഠിച്ചു. എന്തിനാ ഡിപ്ലോമ പഠിച്ചെന്ന് വ്യക്തമാക്കിയില്ല. അത് മാത്രമേ എനിക്ക് വ്യക്തമാകാതിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ സൂപ്പറായിരുന്നു. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല, കാരണം അടുത്ത എത്രയോ പേര് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് ആസ്വദിച്ചു. എന്നെ പോലെ തന്നെ എല്ലാവരും ആസ്വദിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. എന്നെ പ്രത്യേകിച്ച് ലൂസിയമ്മയുടെ പാട്ടിനും നന്ദി. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളെ ഇനിയും അർജന്റ് കാര്യം പറയാതെ പോകല്ലേ. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ആരെങ്കിലും ഞാൻ ഇനി അടുത്ത് ബി ആവാ ബാംഗ്ലൂര്. ഓക്കെ. എല്ലാ പുനർനവ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ഞാൻ ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ എനിക്കിപ്പോ അടുത്ത് വേഗം പോണം. ഞാൻ വളരെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേരളത്തിന്റെ 2 നെല്ലറകളാണ് പാലക്കാട്, കുട്ടനാട് എന്നിങ്ങനെ പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ആ കുട്ടനാട് അനുഭവത്തിൽ വന്നത് ബേബിച്ചനിലൂടെയാണ്. ഞാൻ രാമങ്കരിയിൽ ഇറങ്ങി, എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ബേബിച്ചന്റെ വീട്ടിൽ പോയി. അന്ന് ആ വീട് പണിതുകൊണ്ടിരിക്കുക, അങ്ങനെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് അങ്ങനെ ജോഷ് സാറിന്റെ വീട്ടിലേക്ക് പോയി. ആ യാത്ര തന്നെ വളരെ മനോഹരമായിരുന്നു, വളരെ ഓർമ്മയുള്ളതായിരുന്നു. ഒരു ബൈക്കൊക്കെ ഒരു വഞ്ചി കയറ്റി അങ്ങോട്ട് കടത്തി, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അത് വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഇത് കുട്ടനാട് കടലിനടിയിലാണെങ്കിൽ കടലിന് ചുറ്റും ഉള്ള പോലെ തോന്നിയത്. പാലക്കാടാണെങ്കിൽ കടലിന്റെ സാമീപ്യം പോലും ഇല്ല. കടലില്ലാത്ത ഒരു ജില്ലയാണ് പാലക്കാട്. അങ്ങനെ വൈരുദ്ധ്യങ്ങളാണ്. പിന്നെ നെല്ലറ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ മകരക്കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നെല്ലിന് പൈസ കിട്ടിയില്ല. അതെല്ലാം വേവിച്ചും ചൂണ്ടിക്കാണിച്ചപ്പോ നമ്മുടെ പ്രശ്നങ്ങളാണ് കാണിച്ചു തോന്നി. പിന്നെ ഇവിടെ എന്റെ വീടിന് ചുറ്റും കന്യാസ്ത്രീമാരും അച്ഛന്മാരൊക്കെ എപ്പോഴും ഉണ്ട്. ലണ്ടനിലൊക്കെ റോമിലൊക്കെ ഉള്ള അച്ഛന്മാർ ഇവിടെ ഉണ്ട്. അപ്പോ പ്രൗഢമായ കുടുംബത്തിൽ ജനിക്കുകയും പ്രൗഢമായി ജീവിക്കുകയും ചെയ്യുന്ന ബേബിച്ചനും ലൂസിയമ്മയോടും അഭിനന്ദനം. പിന്നെ എനിക്ക് ലൂസിയമ്മയുടെ ബ്രദറിനെ 25 കൊല്ലം മുമ്പ് അറിയുമായിരുന്നു. അത് എനിക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ കൊല്ലം ട്രിപ്പിലാണ്. ഞങ്ങൾ ഒരുമിച്ച് വഞ്ചി യാത്ര ചെയ്യുന്ന സമയത്ത് ഹരി എവിടെയാ ജോലി ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ CDAയിലാണ്. അപ്പൊ CDAയിലാണോ ചോദിച്ചു. അതേ ചോദിച്ചു. അപ്പൊ എന്റെ ബ്രദർ ഉണ്ട് പറഞ്ഞു. അപ്പൊ ആരാണ്, ഞാൻ അറിയാത്തവരോ മലയാളി ഉണ്ടല്ലോ. അപ്പൊ സെബാസ്റ്റ്യൻ സാറാ പറഞ്ഞു. അങ്ങനെ സെബാസ്റ്റ്യൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു. 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിൽ ഒന്ന് പോകണം. നല്ല അവതരണത്തിനും എന്താ പറയാ മണ്ണി തൊട്ടുള്ള അവതരണത്തിലും ബേബിച്ചനോട് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ. ഈ ബാംഗ്ലൂരിലെ പ്രസീതാജി കേട്ടോ അതിനകത്ത്? ഇല്ല, ഒന്ന് കയറിയിട്ടില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ധൃതിക്കാരില്ലെങ്കിൽ ആണോ? ഞാനൊന്ന് പറയട്ടെ സാറേ. ഓക്കെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബേബിച്ചന്റെ സുഹൃത്തിനെ കേൾക്കാന്നുള്ള പരിപാടി കേട്ടു. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. കുറെ വർഷമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം വരണം വിചാരിക്കുന്നു. പിന്നെ ബേബിച്ചന്റെ ആ ഒരു കർഷക കുടുംബത്തിലെ ആ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷം. ഇപ്പോഴും മണ്ണിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. അതുപോലെ കായലിലൂടെയുള്ള യാത്രയും അതൊക്കെ. ഒരു പ്രാവശ്യം ബേബിച്ചന്റെ വീടിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആ കായൽക്കരയിലുള്ള ആ ഒരു വീട്, ഇപ്പം ഹരിസാർ പറഞ്ഞത് ഒരു റിസോർട്ട് പോലെയുള്ള ആ ഒരു വീട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആ വള്ളം മറിഞ്ഞിട്ട് സഹോദരി പറഞ്ഞ കാര്യം, അതായത് സ്കെയില് കാണാതെ കരഞ്ഞ ഒരു കാര്യം, അതൊക്കെ വളരെ രസകരമായിട്ട് ബേബിച്ചൻ പറഞ്ഞു. എന്തായാലും വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ജേക്കബ് സാർ. ജോഷ് സാറേ പറഞ്ഞു. എനിക്കൊരു അവസരം തരാം. ഓക്കെ, പറഞ്ഞു. അപ്പോ വളരെ ഹൃദ്യമായ ഒരു അവതരണമാണ് ഇപ്പൊ കേട്ടത്. അതിന് ആദ്യമേ നന്ദി ഞാൻ പറയേണ്ടത് ജോഷ് സാറിനാണ്. ഈ ഇത്രയും ദിവസങ്ങൾ എനിക്ക് ഇത് 11 അല്ലേ സാറേ? 11.
അപ്പോ അടുത്ത 12 ബാക്കിയുള്ളതും എല്ലാം ഇതിലും ഭംഗിയായി നടത്താൻ ജഗദീശ്വരന് ജോഷി സാറിന് അവസരം തരട്ടെ, ആരോഗ്യം തരട്ടെ, ആയുസ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ അവതരണം സത്യത്തിൽ ബേബിച്ചാനെയും ലൂസിയമ്മയുടെയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാലക്കാട് യാത്ര പോയപ്പോൾ അവരാരെന്ന് ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി. കാരണം ഒരു പകൽക്കാലവും അതിന്റെ പിറ്റേ ദിവസമുള്ള ഒരു പകൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോ നമ്മളെല്ലാം പറയുന്നത് പോലെ ഒരു കുടുംബത്തെ കൂടെ കൂടുതൽ അടുത്ത് കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് തോന്നി. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മകളെ ആ കുടുംബത്തിൽ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഈ പുനർനവിയിൽ വന്നതിന് ശേഷമാണ് അത് അറിഞ്ഞത്. പിന്നെ അത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. പിന്നെ ബേബിച്ചന്റെ അവതരണം സത്യത്തിൽ ആ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള ആ ഒരു ഇതും അവർ തമ്മിൽ എങ്ങനെയായിരുന്നു ജീവിച്ചത്, അത് അവരുടെ കുടുംബത്തിലെ ജയം പരാജയം എല്ലാം അവരെങ്ങനെ നേരിട്ടു, ഇപ്പൊ ഇവിടെ എങ്ങനെ എത്രമാത്രം ഉന്നതങ്ങളിൽ അവരെത്തി, അതിനെല്ലാം വലിയൊരു കാര്യമുണ്ട് അവരുടെ. ഞാനത് ഓർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അച്ചായന്റെ ഈശ്വര വിശ്വാസം ഇപ്പൊ ഉള്ള ആ ഇൻഷുറൻസ് മേഖലയില് ശരിക്കും ഇൻഷുവേർഡ് ആണ് അവരുടെ ജീവിതം. വേറെ ഒന്നുമല്ല, ദൈവത്തിൽ ഇൻഷുവേർഡ് ആണ്. അവര് രാവിലെയും വൈകിട്ടും ഉള്ള പ്രാർത്ഥനയിലൂടെ അവർക്ക് കിട്ടുന്ന ആ ഒരു ഇൻഷുറൻസ്, അതിലാണ് അവരുടെ ജീവിതം. പിന്നെ കുട്ടനാടിന്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് അവർ തന്നു. സത്യത്തിൽ കുട്ടനാടിനെ പറ്റി അല്ലെങ്കിൽ കുട്ടനാട്ടിലുള്ള ആൾക്കാർ ഇത്രയും വലുതാണ്, അല്ലെങ്കിൽ ആ യാത്രയില് ഓരോന്ന് കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം അതിലൂടെ കുട്ടനാട് വഴിയുള്ള ഒരു യാത്ര നമ്മൾ പോകുന്നത് പോലെയുള്ള ഒരു അവതരണമായിരുന്നു അത്. ഒരു നല്ല പിന്നെ ഒരു സദ്യ കഴിക്കുന്നതിന് തുല്യമായിരുന്നു. പിന്നെ ആ സദ്യ കഴിച്ചിട്ട് അവസാനം സാധാരണ ഒരു ഐസ്ക്രീമും പഴവും അല്ലെങ്കിൽ പ്രഥമനും കിട്ടുന്നത് പോലെ ലൂസിയാമ്മയുടെ പാട്ട് അത് ഇത്രയും മനോഹരമായി നന്നായി ആ അവതരണത്തിന്റെ അവസാനം പിന്നെ ഒരു പഴം തിന്നുന്ന ഒരു അവസ്ഥ മാത്രമല്ല, ഈശ്വര വിശ്വാസമാണ് എല്ലാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്നുള്ള പാട്ട് ആ അവതരണത്തിന് ഏറ്റവും അർത്ഥവത്തായ ഒരു ഗാനം കൂടെ പാടി ഇത് അവസാനിപ്പിച്ചത് ഏറ്റവും നന്നായിരുന്നു. എല്ലാ രീതിയിലും കൂടുതൽ പിന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. മാത്രമല്ല, ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇത് സർക്കാർ കാണേണ്ട ഒരു അവസാനത്തെ വാചകങ്ങളെല്ലാം കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്നത്, ഇന്നത്തെ തലമുറ ഇത് നെല്ലും ബാക്കിയുള്ള കൃഷികളെല്ലാം ഉപേക്ഷിക്കുന്നതിന്റെ കാരണം, അവരോടുള്ള അവഗണന, ഇതെല്ലാം കൃത്യമായി വിവരിച്ചു. അത് സത്യത്തിൽ ചില നാടുകളൊക്കെ സിംഗപ്പൂരും ദുബായും ഒക്കെ ചെന്ന് കാണുമ്പോൾ അവരുടെ കയ്യിലെങ്ങാണ് ഈ കുട്ടനാട് കിട്ടിയിരുന്നെങ്കിൽ സിംഗപ്പൂരിനേക്കാളും മികച്ച ഒരു നാടാവാൻ ഈ കുട്ടനാടിന് കഴിഞ്ഞേനെ. അങ്ങനെ നാളുകളിൽ കുട്ടനാട് ഒരു വലിയ സിംഗപ്പൂർ പോലുള്ള ഒരു വലിയ സിറ്റിയായി ഈ തലമുറയിലോ അടുത്ത തലമുറയിലോ ആകാൻ ഇടയാകട്ടെ. ബേബിച്ചനും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വകയായി നൽകുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ തരട്ടെ. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. ജോസി സാറേ, ഒരു യാത്രയുണ്ട്. ഓക്കെ. ആദ്യമായിട്ട് നിറമയിലെ ക്രൂസ്വാർജിന് വരാതിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതിലേക്ക് ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ ജോസി സാറിന് പ്രത്യേകം നന്ദിയും നമസ്കാരവും. അതുപോലെ ബേബിച്ചായനെ ഇതുവരെ നേരിൽ നമ്മളധികം കണ്ടിട്ടില്ല. ഒരു യാത്രയിൽ ചെറായി ബീച്ചിൽ മാത്രമേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പല സന്ദർഭങ്ങളിൽ പിന്നെ ബേബിച്ചായനെ കുറിച്ച്, ബേബിച്ചായന്റെ ഫാം ഹൗസിനെ കുറിച്ചൊക്കെ കൂടി പറയാറുണ്ടായിരുന്നു. ഞാൻ കോട്ടയത്ത് SBTയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 2 തവണ അവിടെ വർക്ക് ചെയ്തായിരുന്നു. ആ 2 തവണയും കുട്ടനാട്ടിലേക്ക് പോയിരുന്നു. ഒന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിന്റെ കൂടെയുള്ള പുള്ളി പിന്നെ ബാങ്കിൽ വരാതിരിക്കുന്ന ഒരു അവസ്ഥ പോലെ അങ്ങേരെ അന്വേഷിച്ച് പോയതാണ്.
കഷ്ടപ്പാടുകളൊക്കെ ആയിട്ടുള്ളതല്ല. അന്ന് ഈ കുട്ടനാട്ടിലെ വരമ്പിൽ കുടി നടന്നതായിട്ട് പോയി. പിന്നെ അല്ലാതെ തന്നെ ബാങ്കില് എല്ലാവരോടും ചേർന്ന ഒരു യാത്ര ഉണ്ടായിരുന്നു. ഈ പാതിരാമണലും അങ്ങനെയുള്ളതിലും പിന്നെ ഈ പറഞ്ഞ പോലെ കരിമീനും മറ്റേ കഴിച്ച് രാവിലെ പോയി വൈകിട്ട് രാത്രി വരെയും ഉള്ളൊരു യാത്ര നല്ലൊരു അനുഭവമായിരുന്നു. അന്ന് ഈ പിന്നെ ബണ്ടും മറ്റേ കാര്യങ്ങളൊക്കെ കാണുന്നതും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ചുട്ടനാടിന് അതിന്റെ പേര് വന്നത് ഒന്ന് പറഞ്ഞ് മനസ്സിലായപ്പോൾ മറ്റേ ചരിത്രം കൂടി ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞ ചുട്ടനാടിനെ ഒന്ന് നന്നായിട്ട് തന്നെ നമ്മൾ ചുറ്റിക്കണ്ടു ബേബിച്ചാനോടൊപ്പം. വളർന്നു വന്ന കുടുംബ സാഹചര്യവും അതുപോലെ തന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഷ്ടതകൾ, അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന ബഹുമാനവും അവർക്കുള്ള ആദരവും പിന്നെ ബേബിച്ചാനിൽ കൂടിയും ഭാര്യയിൽ കൂടിയും നമുക്ക് വളരെ നന്നായിട്ട് എന്താ പറഞ്ഞാൽ അനുകരിക്കേണ്ട ഒരു ഗുണമാണ് എന്നുള്ളതാണ്. അത് പാരമ്പര്യമായിട്ട് തന്നെ കിട്ടേണ്ടതാണ്. അത് നമ്മുടെ തലമുറകൾക്കും കൈമാറണം എന്നുള്ള ഒരു ആശയം കൂടി ഞാൻ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് കർഷകനാണ് കോയമ്പത്തൂരിൽ. എന്നോട് ബാല്യകാലത്ത് എന്നോട് സ്കൂളിൽ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ കൂടി കർഷകന്റെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും അവരനുഭവിക്കുന്ന യാതനകളൊക്കെ ഞാനൊരു കഥയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ബേബിച്ചായൻ അവരുടെ അവസ്ഥ പറഞ്ഞതാക്കിയിട്ടുണ്ട്. മിക്കവാറും പത്രങ്ങൾ വായിക്കുമ്പം എന്താ പറയുക, കൊയ്ത് നെല്ല് അവർക്ക് അത് എന്താ പറഞ്ഞാൽ മുളച്ചു പോകുന്ന അവസ്ഥ വരെ അവർ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ഇത്രയും ആധുനികമായിട്ട് പറയുന്ന കാലഘട്ടത്തിലും രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിതച്ച് കൊയ്ത ആ നെല്ലിന് പോലും ഒരു സംരക്ഷണം കൊടുക്കുകയോ ഇല്ല അതിന് വേണ്ട പ്രതിഫലം കൊടുക്കുകയോ ചെയ്യാത്തൊരു നാടായി പോയല്ലോ നമ്മുടെ കേരളം എന്നുള്ളതാണ്. അപ്പം കുട്ടനാടും പാലക്കാടും നല്ലവരാണെങ്കിലും പറയാമല്ലോ, പിന്നെ കർഷകൻ ചേർന്നാണ് പറയുന്നത്. ചേറിൽ കാല് കുത്തിയാലേ നമുക്ക് ചോറ് കിട്ടത്തുള്ളൂ. അത്രയും ഭംഗിയായിട്ട് അതിൻ്റെ ഒരു പിന്നെ ഒരു കൃഷിയെക്കുറിച്ചുള്ള ഒരു വിവരണം നന്നായി. പിന്നെ ശരിക്കും പറഞ്ഞ കുട്ടനാടിനെ കുറിച്ചുള്ള നല്ലൊരു ചരിത്രവും അവിടുത്തെ ജീവിത രീതിയും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ആ മണ്ണിനെ സ്നേഹിക്കുകയും അവിടെ തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ടാക്കുകയും അവിടെ തന്നെ മറ്റുള്ളവരെ കൂടെ ആകർഷിക്കുകയും ചെയ്യുന്ന ആ പ്രവണതയ്ക്കും ഞാൻ വളരെ ബേബിച്ചാനോട് നമസ്കരിക്കുന്നുണ്ട്. പിന്നെ അവസാനം പറഞ്ഞ എല്ലാ കലാകാരന്മാരും നമുക്കറിയപ്പെടുന്ന തകഴി മുതൽ ചെമ്മീനിന്റെ തകഴി മുതൽ ഇന്നത്തെ കാവലം നാരായണ പണിക്കരും പിന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഈ നാരായണ പണിക്കരും ഇതൊക്കെ ജനിച്ചതും വളർന്നതും അതുപോലെ തന്നെ നമുക്കെല്ലാം പ്രിയപ്പെട്ട നെടുമുടി വേണുവും പിന്നെ ഇവരൊക്കെ ഉള്ള ഒരു ആ പ്രകൃതി സൗന്ദര്യത്തിലും അല്ലെങ്കിൽ ആ മണ്ണിന്റെ മണം ഗന്ധമുള്ള ഒരു സാഹിത്യ ലോകമാണ് ഉണ്ട് കുട്ടനാടില്. കുട്ടനാടിനെ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച ബേബിച്ചാനോട് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അവസാനം ജേക്കബ് സാർ പറഞ്ഞ പോലെ ഇതിനെല്ലാം ഉപരിയായിട്ട് അവസാനം അവർ പാടിയ ആ 4-5 വരികളുണ്ടായിരുന്നു. ബൈബിളിൽ നിന്നാണെങ്കിൽ പോലും അത് വളരെ കൃത്യസ്ഥമായിരുന്നു. അവർ തമ്മിലുള്ള ആ യോജിപ്പില്ല കുടുംബം ഉള്ള ആ ഒരു ഇമ്പം നമുക്ക് പകർന്നു തന്ന അത്. പിന്നെ അവസാനം സാറ് വേറെ കാര്യം കൂടി പറഞ്ഞിരുന്നു, ഏത് മതത്തിലായാലും ഏത് ദൈവത്തിൽ വെച്ചാലും എന്നും എന്നും അവരെ സ്മരിക്കുകയും ആ ദേവാലയത്തിൽ പോവുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ അതേ ഒരു സവിശേഷം അടുത്ത തലമുറയ്ക്കും ഇവിടെ പകർന്നു കൊടുക്കണം. അത് പല കുടുംബങ്ങളും ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് സാറ് വളരെ നന്നായിട്ട് പറഞ്ഞത്. ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സുഹൃത്തിനെ എങ്ങനെ പരിചയപ്പെടാമെന്നുള്ളത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതും കൂടി സാറ് നന്നായിട്ട് എനിക്കൊന്ന് വളരെ ദിവസത്തെ ഒരു പ്രയത്നമായിരിക്കണം. ഇത് എഴുതി ജോസി സാറും കൂടി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നായിരിക്കും തോന്നുന്നു. വളരെ ഒരു ഇതുമില്ലാതെ ബാല്യകാലം മുതൽ ഈ കാലഘട്ടം വരെയുള്ള ചരിത്രം നന്നായിട്ട് പറഞ്ഞു. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ജോസി സാർ. നമസ്കാരം. ഓക്കെ, അപ്പോ നല്ല അവതരണമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ പറയാൻ തോന്നുമായിരിക്കും. എങ്കിൽ പോലും നമ്മുടെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഒന്ന് ഒതുക്കി 1 മിനിറ്റ് 2 മിനിറ്റിലൊക്കെ എല്ലാവരും ഒന്ന് നിർത്തണം. ഓക്കെ, ഇനി ആരെങ്കിലും ധൃതിക്കാരുണ്ടോ? നമസ്കാരം. ഓക്കെ,
ഈ ധൃതിയില് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകുന്നതും തൊട്ടുള്ളത് റെക്കോർഡിങ് കേൾക്കണമെന്നും കൂടെ അപേക്ഷിക്കുന്നു. ഓക്കെ, പറഞ്ഞോളൂ വിനോദ് സാർ. ഹലോ പറഞ്ഞോളൂ സാറേ, ഞാൻ തന്നെയല്ലേ പറഞ്ഞത്? എനിക്ക് തന്നെയല്ലേ ചാൻസ്? വിനോദ് സാറിനെ പോകുന്നതിന് ചോദിക്കാം. ഓക്കെ, ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാം സാർ. നല്ലൊരു അവതരണമായിരുന്നു. എനിക്ക് ഒരു ഫീൽ ചെയ്തതെന്ന് വെച്ചാല് നമ്മളെ കുട്ടനാട് സന്ദർശിച്ച ഒരു തോന്നലാണ് ഉണ്ടായത്. ഏതായാലും ഞാൻ വളരെ ഒതുക്കിയിട്ട് വാക്ക് പറയാം. സാറിന്റെ അവതരണം കേട്ടപ്പോൾ കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടനാട്ടിൽ ഞാൻ അധികം ആയിട്ട് സന്ദർശിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നിപ്പോന്നു കുട്ടനാടൊന്ന് കണ്ടാൽ കൊള്ളാന്ന്. അതുപോലത്തെ ഒരു നല്ലൊരു അവതരണമായിരുന്നു. നമ്മളെ കൂടാതെ തന്നെ കുട്ടനാടിന്റെ ഐതിഹ്യത്തെ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഒരു പേര് വന്നതിന്റെ പുറകിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉണ്ടെന്ന്. അപ്പോ ഈ പരിപാടിയിലൂടെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അത് ഏതായാലും ഇത് അവതരിപ്പിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ കുട്ടനാട്ടിന്റെ പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു നെല്ലറ മാത്രമല്ല, ഒരു പ്രകൃതി സൗന്ദര്യമുള്ള കായലും കുളങ്ങളും തോടുകളും ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഏതായാലും വളരെ നന്ദിയുണ്ട് സർ. വളരെ നല്ല അവതരണമായിരുന്നു. സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പോകാൻ? ഞാനൊന്നും പറഞ്ഞോട്ടെ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. തുടക്കവും ഒടുക്കവും ഏറ്റവും ഗംഭീരമായി ലൂസിയമ്മയുടെ പാട്ടും അതുപോലെ അവതരണവും. നാട്ടിലൂടെ ഒരു ചെറിയ യാത്ര നടത്തിയ അനുഭവം തന്നെയാണ് കിട്ടിയത്. താമസിയാതെ തന്നെ അവരുടെ വീട്ടിലേക്കും എത്താനുള്ള ഭാഗ്യം എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകളും നേരുന്നു. ഓക്കെ ജോഷി സാറേ, ഞാനിവിടെ പറഞ്ഞത് ആയിക്കോട്ടെ. എന്നിട്ട് പോവോ? എല്ലാം കേൾക്കുന്നുണ്ട്. വളരെ എനിക്ക് ജോഷി സാർ അല്ല, ബേബിച്ചന്റെ നല്ല അവതരണമായിരുന്നു. എല്ലാരും പറഞ്ഞതുപോലെ കുട്ടനാടിനെ പറ്റി കൂടുതൽ അറിയാനും അതിലേക്കൂടെ ഒരു യാത്ര നടത്തിയ അനുഭവം പോലെ ഉണ്ടായി. ആ നാട് പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ആ നാട് ഒന്ന് കാണണം ബേബിച്ചന്റെ വീട് എന്നുള്ള ഒരു തോന്നലുണ്ടായി. പിന്നെ ലൂസിയമ്മയുടെ പാട്ടും വളരെ നന്നായിരുന്നു. പിന്നെ എല്ലാം കുടുംബവും ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടി എല്ലാം സാധിക്കും. ദൈവവിശ്വാസവും കുടുംബത്തിന്റെ ഒത്തൊരുമയും എടുത്തു പറഞ്ഞു. വളരെ നല്ല പരിപാടിയായിരുന്നു. താങ്ക് യു. ഓക്കെ, അടുത്ത ഇനി ആരെങ്കിലും എമർജൻസിക്കാരില്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ നമ്മള് വടക്കൂന്ന് അല്ലെങ്കിൽ തെക്കൂന്ന് ഒക്കെയാണ് തുടങ്ങിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ മാറ്റം വരുത്തിയാലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് തെക്കോട്ടും അത് തീർന്നു കഴിയുമ്പോൾ കോട്ടയത്ത് നിന്ന് വടക്കോട്ടുമായിട്ട് ഇത്തവണ ചെയ്താലോ എന്നെൻ്റെ ഒരു ആഗ്രഹം. കുഴപ്പമില്ലല്ലോ? മൗനം സമ്മതമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് അംബികാജി. എല്ലാവർക്കും നമസ്കാരം. ബേബിച്ചായന്റെ സുഹൃത്തിനെ കേൾക്കാവുന്ന ഈ പരിപാടിയുടെ അവതരണം വളരെ മനോഹരമായിരുന്നു. ഇത് അവതരിപ്പിക്കാൻ മുൻകൈ എടുക്കുന്ന ജോഷി സാറിനെയും വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കുട്ടനാട്ടിൽ താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന്. പ്രളയമൊക്കെ വരുമ്പോഴും അവിടെ എത്തിപ്പെടാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു കുട്ടനാട്ടുകാരും പറയാറില്ല. അവർക്ക് അവിടെ വളരെ സന്തോഷകരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവിടുത്തെ ജീവിതം വളരെ ആസ്വദിച്ചാണ് അവരവിടെ ജീവിക്കുന്നത്. ഒരു ബുദ്ധിമുട്ട് പോലും ഒരു കുട്ടനാട്ടുകാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അവർക്ക് കുട്ടനാടിനോട് വളരെ അറ്റാച്ച്മെന്റ് ആണ്. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് കുട്ടനാട്ടിലൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു.
ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടാണ് ആദ്യമായിട്ട് കുട്ടനാട് കാണുന്നത്. അപ്പൊ അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ആ പ്രകൃതി ഭംഗിയും എനിക്ക് അന്ന് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവളിൽ നിന്ന് അവിടുന്ന് പോയി. അവള് വേറെ കാസർഗോഡ് സെറ്റിൽഡ് ആണ്. ഇപ്പൊ ബേബിച്ചായന്റെയും ലൂസിയാമ്മ ചേച്ചിയുടെയും സ്വന്തം ജീവിതകഥയും കുട്ടനാടിനെ കുറിച്ച് പറഞ്ഞതും വളരെ മനോഹരമായിരുന്നു. ഞാൻ ആദ്യമായി ഈ നസീറിനെയും ഷീലയെയും കാണുന്നത്, ഞാൻ അങ്ങനെയാണ് അവരെ പരിചയപ്പെട്ടത്. മാംഗോ മെഡോസിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. എൻ്റെ ആദ്യത്തെ ഗെറ്റ് ടുഗദർ ആയിരുന്നു. പുനർനവയുടെ രണ്ടാമത്തെയാന്ന് തോന്നുന്നു. അവിടെ വെച്ച് ഞങ്ങള് ഭയങ്കര സന്തോഷകരമായിരുന്നു ആ ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞത്. ഒത്തിരി കളികളും ഒക്കെ ആയിരുന്നു അവിടെ. അപ്പൊ എന്നും വളരെ സന്തോഷത്തോട് ഞാൻ ഓർക്കാറുണ്ട്. അവിടെ വെച്ച് ആ ഒരു സംസാരവും എന്തുമാത്രം ചിരിയായിരുന്നു അവിടെ ഇരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും തമാശകൾ കേട്ട് ഭയങ്കര സന്തോഷിച്ചൊരു ദിവസമായിരുന്നു അത്. ഇപ്പൊ ഈ നസീറും ഷീലയും എന്നും വളരെ ആരോഗ്യത്തോടും സന്തോഷത്തോടെയും ജീവിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. രാഗത്തിലേക്ക്, രാഗം ദമ്പതികൾ. എല്ലാവർക്കും നമസ്കാരം. ബേബിച്ചന്റെ വിവരണം വളരെ ഹൃദ്യമായിരുന്നു. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ചെറുപ്പകാലം മുതൽ ഇപ്പം സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിച്ചു പോകുന്ന ആ കാലം വരെ. കൂടാതെ കുട്ടനാടിനെ പറ്റിയുള്ള വർണ്ണന അതിഗംഭീരമായിരുന്നു. എന്തായാലും ചെറുപ്പകാലത്തൊരു നിമിത്തം പോലെ ഒരു സുഹൃത്തിനെ കിട്ടുകയും ജീവിതം മാറിമറിയുകയും ചെയ്ത ഒരു അനുഭവം ബേബിച്ചൻ പറയുകയുണ്ടായി. എല്ലാവരുടെ ജീവിതത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ നിന്നും കരപിടിച്ച് നന്നായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എല്ലാവർക്കും, മിക്കവർക്കും അങ്ങനെയുള്ള ഒരു കഥ ഉണ്ടാകാം. ഏതായാലും വളരെ മനോഹരമായിരുന്നു എല്ലാ വിവരണവും. നമ്മുടെ കുട്ടനാടിനെ സ്നേഹിക്കുന്ന, ഞാനൊരു കുട്ടനാടുകാരൻ തന്നെ ആയിരുന്നു. ആലപ്പുഴയിലാണ് എൻ്റെ ജനനം. പുന്നമടയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് തന്നെ ഓർക്കുന്നു. അന്ന് കുട്ടനാടൻ പുഞ്ചകളിൽ വൈക്കോൽ കട്ട് ചെയ്യാനായിട്ട് അമ്മൂമ്മയായിട്ട് ഞാൻ പോയിട്ടുണ്ട്, പശുവിന് കൊടുക്കുവാനായിട്ട്. അന്നത്തെ ജീവിതം പുല്ലും വൈക്കോലും ഇത് കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്ക് വൈക്കോലുണ്ടാവുമല്ലോ, കച്ചിൽ എന്ന് പറയും, അത് കൊയ്യാനായിട്ട് ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പം എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വിവരണം, മനോഹരമായ വിവരണം, ഭംഗിയാക്കി അത് അവതരിപ്പിച്ചു. നാടിനെ പറ്റിയും നാട്ടുകാരെ പറ്റിയും ഒക്കെ നല്ല വിവരണമായിരുന്നു. എല്ലാം കൊണ്ടും ഭംഗിയായി. അവസാനം ലൂസിയമ്മച്ചിയുടെ ആ ഗാനം വളരെ ഹൃദ്യമായിരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ജോഷി സാറിന്, നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജോഷി സാറിന് അനുമോദനങ്ങളും. ഇനിയും ഇതുപോലെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ ഇനി ബാക്കി കുറെ പേരുണ്ട്. അവരെല്ലാവരും അവതരിപ്പിക്കാനുള്ള കരുത്തും ആരോഗ്യവും എന്താ പറയുന്നത് എല്ലാം കൊണ്ടും നേടുവാൻ ജോഷി സാറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനോട് പറഞ്ഞോളൂ ജോഷി സാറേ. ഓക്കെ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. രണ്ടുപേരും ചിലർക്കൊക്കെ അങ്ങനെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയാം. രണ്ടുപേരും അടിപൊളി ടീമാണ്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വിശ്രമിച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്നും അല്ല, നർമ്മത്തിന്റെ കൂടാരമാണ്. പറയുന്നതെല്ലാം കേട്ട് തലകുത്തി ചുറ്റും അങ്ങോട്ടാ. നമ്മൾ ഒരു 10 മിനിറ്റ് നിന്നാ മതി. ആ ഒരു സന്തോഷം നമുക്ക് എന്താ പറയാ, ഒത്തിരി സന്തോഷമുള്ള ഒരു ഫാമിലിയാണ്. അവിടെ ചെന്നാലും നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും. അതിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെല്ലാം കൂടി സന്തോഷിപ്പിക്കും. അതാണ് നമ്മളെ പാലക്കാട് നിന്ന് കുറെ കാര്യങ്ങൾ റോസും പറഞ്ഞ് ഞാൻ കുറെ ഓർത്തോർത്ത് ഞാൻ ചിരിക്കാറുണ്ട്. അവരുടെ കൂടെ കാറിൽ പോയപ്പോൾ സന്ദർഭങ്ങളൊക്കെ. പിന്നെ ഈ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മള് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെള്ളി വെളിച്ചം പോലെ വരുന്നത്. അപ്പൊ ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും, ദേവിജയൻ പറഞ്ഞ പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന വീടുകളിൽ ദൈവം വിളങ്ങും എന്ന് പറയുന്ന കൃത്യമാണ്. അവിടെ നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ അങ്ങനെയായിരുന്നു, ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ ഞാൻ ചുരുക്കി പറയാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനുള്ള മറ്റു സമ്പദ് വിദ്യാഭ്യാസമാണ്, നല്ല മൂല്യങ്ങളാണ്. അതൊക്കെ സൂചിപ്പിച്ചു. അതൊക്കെ ഇപ്പോഴത്തെ ഇനി വരാൻ പോണ പാരന്റ്സ്, കുട്ടികളും അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നേർവഴി നയിക്കാനായിട്ട് നമ്മുടെ പാരന്റ്സ് ഒരു മാതൃകയാകണം.
അതൊന്ന്, അത് നിങ്ങളുടെ മക്കളെ, അത് നിങ്ങളെ കണ്ടും നിങ്ങളുടെ കുടുംബത്തിന്റെ ആ ഒരു ഇഴയെടുപ്പം കണ്ടും വളർന്ന് അവരും നല്ല നിലയിലെത്തി, വിദ്യാഭ്യാസം നൽകി. അതെങ്ങനെ. പിന്നെ രവിയേട്ടൻ പറഞ്ഞ പോലെ ഈ പുന്നമ്മയുടെ എന്റെ അച്ഛന്റെ വീടും കൂടെ ആണല്ലോ. രവിയേട്ടന്റെ അമ്മ വീട് എന്റെ അച്ഛൻ വീടല്ല. അപ്പം എന്റെ അമ്മൂമ്മയ്ക്ക് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രവിയേട്ടൻ അവിടെ അമ്മൂമ്മയോട് വളർന്ന കാരണമായിരിക്കും അവിടെ ഞാൻ പുല്ലും കൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ അവിടെ പശുവിനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ വട്ടി വന്നു. ആ വട്ടിക്കകത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അതൊക്കെ എനിക്ക് ചെറുപ്പത്തിലെ ഓർമ്മകളാണ്. പിന്നെ കുട്ടനാടൻ വള്ളംകളിയുടെ കൊച്ചിയിലെ എല്ലാ ദിവസവും റേഡിയോ മാത്രമുള്ളപ്പോ ഈ വള്ളംകളിയുടെ കമന്ററി രവീന്ദ്രനാഥ് മൈക്ക് ലൂക്കിന് കൈമാറുന്നു. ഈ ലൂക്കൊക്കെ അവിടുത്തുകാരനെ ഇപ്പഴാണ് അറിയുന്നത്. നാഗവള്ളി RS കുറുപ്പ്, ഇവരൊക്കെ നമ്മളെ സ്ഥിരം പരിചയപ്പെട്ട, എപ്പോഴും കേൾക്കുമായിരുന്നു. പക്ഷെ വലുതായപ്പോൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അതിനൊക്കെ TV കാണുന്നു, TV മൊത്തം കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ വിട്ടുപോയത്. പിന്നെ ബേബിച്ചാന്റെ എല്ലാവിധ ഉയർച്ചയുടെ പിന്നിലും ഈ ഒരു ലൂസിയാമ്മ ചേച്ചിയുടെ കാര്യങ്ങളാണ് എനിക്കറിയാം. പിന്നെ അമ്മച്ചി പറഞ്ഞു എന്റെ മോളാണെന്ന് പറഞ്ഞു. അത് അന്നൊക്കെ അങ്ങനെ, ഇപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മളെ മോളാന്ന്. പക്ഷെ അന്നൊക്കെ ആ ഒരു കാലത്ത് അങ്ങനെയൊക്കെ പറയിക്കണമെങ്കിൽ അത്ര നല്ല സ്നേഹവും ഇഴയെടുപ്പും ഉള്ളപ്പോഴാണ്. പണ്ടൊക്കെ എപ്പോഴും ഈ പോരുകളെല്ലാം ഉള്ള കാലം പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ എല്ലാരും നമ്മൾ ഒരേപോലെ മക്കളെ പോലെ. അന്നേ അങ്ങനെ സംഭവിച്ചു. ആ സന്തോഷം എല്ലാം കൊണ്ടും സന്തോഷകരമായ ഫാമിലി, എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹം വിളങ്ങി നിൽക്കുന്ന ഫാമിലി. അത് അങ്ങോളം തുടരട്ടെ. ആ പാട്ടിലൂടെയും അത് അറിയിച്ചു. നന്ദി, ദൈവത്തിന് നന്ദി, സ്തോത്രം. ഓക്കെ. ഇനിയും ആലപ്പുഴയിൽ അടുത്തത് ഞാനാണുള്ളത്. ഗസ് ചെയ്തിട്ട് ആർക്കും പിടികൊടുക്കാതിരുന്ന ബേബിച്ചന്റെ ഇന്നത്തെ അവതരണം അതിഗംഭീരമായിരുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയിലെ ബേബിച്ചന്റെ മനോഹരമായ അവതരണം ഉന്നതമായ നിലവാരം പുലർത്തി എന്നുള്ളതാണ്. അവതരണ ശൈലിയും ഉള്ളടക്കവും മികച്ചതാണ്. ഇത്രയും സുന്ദരമായ പ്രഭാഷണത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഇക്കാര്യം ഞാൻ ആവശ്യപ്പെട്ട നാൾ മുതൽ ബേബിച്ചന്റെ ഇതിനോടുള്ള അനൽപമായ ഉത്സാഹമാണ് ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ഇതൊരു നല്ല മാതൃകാ പാഠമായി സ്വീകരിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ എൻ്റെ കുറച്ച് ഇടപെടലുകൾ ഉണ്ടെങ്കിലും അതിനുള്ള പ്രചോദനം ബേബിച്ചന്റെ എളിമയും പരിശ്രമവും ആത്മാർത്ഥതയുമാണ്. ഉത്സാഹത്തോടൊപ്പം വിനയപൂർവം തിരുത്തൽ സ്വീകരിക്കാനുള്ള മനസ്സും പരിപൂർണ സഹകരണവും എടുത്തു പറയേണ്ടതാണ്. തൻ്റെ കൂട്ടാളിയെ സമൂഹ മധ്യത്തിൽ വിജയിയായി കാണുവാൻ ജീവിത പങ്കാളി എത്രമാത്രം സമർപ്പണത്തോടെ കൂട്ടുചേരണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലൂസിയാമ്മ ആന്റി. അതുകൊണ്ട് തന്നെ ഈ അവതരണത്തിന്റെ മികവിന് ഞാൻ മാർക്കിട്ടാൽ 50 മാർക്ക് ബേബിച്ചനും 60 മാർക്ക് കട്ടന് പുറകിൽ അക്ഷീണം പ്രവർത്തിച്ച ലൂസിയാമ്മ ചേച്ചിക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ 110 മാർക്കാകില്ലേ എന്ന് പലർക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാകും. അതെ, ഞാൻ എൻ്റെ വക 10 മാർക്ക് ഈ ITIയിലും മറ്റും സെഷൻ മാർക്ക് കൊടുക്കുന്നത് പോലെ കൂട്ടിച്ചേർക്കുകയാണ്. അത്രയ്ക്കും എനിക്ക് മതിപ്പ് തോന്നി. ലൂസിയാമ്മ ചേച്ചി നിർവഹിച്ച പിന്നാമ്പ്ര പങ്കിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതറിഞ്ഞ നാൾ മുതൽ ഇവരുടെ വിദേശത്തുള്ള 2 മക്കളും വളരെ പ്രോത്സാഹനം നൽകി. അങ്ങനെ ഒരു കുടുംബ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ മടി പറയുന്ന ഏതൊരാൾക്കും വിചാരിച്ചാൽ നന്നായി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ സൂചകവുമാണ്. ഇതിലെ ഒരു കൊച്ചു കാര്യം ചെയ്യാമെന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചാലും പലരുടെയും ആദ്യത്തെ മറുപടി ഉയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്കതിനൊന്നും സാധ്യമല്ല. പക്ഷേ ഇത് അതിനുള്ള വലിയൊരു സൂചകമാണ്. ഇത് ഇനിയുള്ള മാസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയാകട്ടെ എന്ന് ബാക്കിയുള്ളവരോട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും അഭ്യർത്ഥിക്കുകയുമാണ്. ഇതുവരെ അവതരിപ്പിച്ച മറ്റുള്ളവരും നന്നായി ഉൾക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് കേട്ടോ. ഞാൻ ആ കഴിഞ്ഞ 10 പേരെയും നന്ദിയോടെയാണ് ഓർക്കുന്നത്. എല്ലാവർക്കും
നന്ദി. താങ്ക് യു വെരി മച്ച്. ആലപ്പുഴയിൽ ജ്യോതി ടീച്ചർ പറഞ്ഞു പോയതുകൊണ്ട് ആളെല്ലാം തീർന്നു. അതുപോലെ തന്നെ ബിന്ദു വള്ളി കുന്നവും കഴിഞ്ഞപ്പോൾ ആലപ്പുഴ കഴിഞ്ഞു. കൊല്ലത്തുവെ അവശേഷിക്കുന്നത് സുനിതയുണ്ടോ? ഉണ്ട് സർ. യെസ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. എനിക്ക് വേവിച്ചായന്റെ അവതരണം വളരെയധികം ഇഷ്ടമായി. ഞാൻ ആലപ്പുഴയിൽ കൂടെ യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് കുട്ടനാടൊന്ന് കാണണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവും സിന്ധു ജയനും കൂടെ ഞങ്ങള് പിന്നെ ജോഷി സാറിന്റെ വീട്ടിൽ പോയി. അപ്പൊ കുട്ടനാടിന്റെ മനോഹാരിത എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പം വേവിച്ചായൻ ഇത് ഈ അവതരിപ്പിച്ചപ്പോൾ ആ മനോഹാരിത ഒന്നും കൂടി കാണണമെന്ന് തോന്നുകയാണ്. ബേബിച്ചായന്റെ അവതരണം വളരെ ഹൃദ്യമായിരുന്നു. പിന്നെ ബേബിച്ചായൻ അവിടുത്തെ കുട്ടനാടിന്റെ പ്രതിസന്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞത് വളരെ ഒന്ന് ടച്ച് ചെയ്തു. പിന്നെ എനിക്ക് ബേബിച്ചായനെക്കാട്ടിയും ജോയ് സാർ പറയുന്ന കണക്ക് ഇത്തിരി മാർക്ക് ഞാൻ കൂടുതൽ ലൂസിയമ്മച്ചിക്ക് കൊടുക്കും കേട്ടാ. എനിക്ക് ആ പാട്ട് വളരെ ഇഷ്ടമായി. ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങൾ എന്നും ഈ പാട്ട് ഇങ്ങനെ പാടുമായിരുന്നു. അവരെ നമ്മളെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കും. അപ്പൊ ഇത് ലൂസിയമ്മച്ചി ഒന്നുകൂടെ കേട്ടപ്പോ ഞാൻ എന്റെ സ്കൂൾ ലൈഫിലോട്ടൊന്ന് തിരിച്ചു പോയി. അപ്പം ഞാനൊരു അരമാർക്കൊന്നും കൂടുതൽ കൊടുത്തേക്കട്ടെ വേവിച്ചായ. അപ്പം പിന്നെ വേവിച്ചായന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടാ. ഒരു ദിവസം എനിക്ക് ഇത് റിസോർട്ടിലേക്ക് ഒരു യാത്ര ചെയ്യണമെന്ന് തോന്നുന്നു ഇപ്പൊ ഇത് എത്രയും കേട്ടപ്പോൾ. പിന്നെ നിസയുടെ വെൽക്കം സ്പീച്ച് വളരെ നന്നായി, എനിക്ക് ഇഷ്ടമായി. ആദ്യ പ്രതികരണം ചെയ്ത പിന്നെ ശുഭാജിയും വളരെ നന്നായിട്ടാണ് പറഞ്ഞത്. അപ്പം ജോഷ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങുകയാണ്. നന്ദി. സിന്ധു എസ് ജയൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ജോഷി സാറിന് തന്നെ നന്ദി പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് 1000 നന്ദിയാണ്. അതുപോലെ തന്നെ ദേവിച്ചിട്ട് കാണുന്നുണ്ടോ എല്ലാരും? ഞാൻ കാണുന്നില്ല. സിന്ധു കാണാൻ പറ്റുന്നില്ലേ? ബേബിച്ചിന്റെ അവതരണം വളരെയധികം മനോഹരമായിരുന്നു. ഞാന് ബേബിച്ചിനെ നമ്മുടെ ആദ്യം കുട്ടനാട് വെച്ചാണ് അവിടെ കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം പിന്നീട് നമ്മുടെ കൊല്ലത്ത് വന്നപ്പോഴാണ് കണ്ടപ്പോ തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ആദ്യം ബേബിച്ചനും ലൂസിയമ്മച്ചിക്കും ചോദിച്ചത് ഇവിടെ അടുത്ത് എവിടെ ഉണ്ട് പള്ളി, നാളെ ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോണം. അപ്പൊ ആ ഒരു ഭക്തിയുടെ കാര്യമാണ്, എങ്ങനെ അത് പോവാൻ പറ്റും, ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു. രാത്രി വളരെ വൈകിയാണ് നമ്മൾ കിടന്നതെങ്കിലും ആ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മോനെയാണ് ഏൽപ്പിച്ചിരുന്നത് രാവിലെ അവരെ കൊണ്ടുപോകാൻ. പക്ഷെ അവനെ വിളിച്ചിട്ട് അവൻ എണീറ്റില്ല. അപ്പൊ പിന്നെ എന്നിട്ട് ഓട്ടോ വിളിച്ച് പോയി ഈശോയെ അടുത്ത് പ്രാർത്ഥിക്കാനുള്ള, ആദ്യം എനിക്ക് തോന്നുന്നു ഏതോ ഒരു പള്ളിയിൽ ചെന്നപ്പോ അവിടെ രാവിലെ കുർബാന ഇല്ലായിരുന്നു. എന്നിട്ട് അവിടുന്ന് തിരക്കി പിടിച്ച് വേറൊരു പള്ളിയിൽ പോയി കുർബാന എടുത്തതും തിരിച്ചു വന്ന് നമ്മുടെ ഇതിൽ പങ്കെടുത്തതും ഒക്കെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. അത്രയും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തികളെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന 2 വ്യക്തികളെ. അതുപോലെ തന്നെ ലൂസിയാമ്മ ചേച്ചി ഒരു കിടില സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കി പല കാര്യങ്ങളിലും. അതായത് പെട്ടെന്ന് തന്നെ തമാശകൾ, ഏത് കാര്യം പറഞ്ഞാലും അതിലെല്ലാം ഒരു തമാശ പറയുന്നതും ഒക്കെ കണ്ടപ്പോഴേ വളരെയധികം അതിശയം തോന്നി. കണ്ടാൽ അങ്ങനെ തോന്നില്ല. എനിക്ക് തോന്നി ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര റഫായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത്രയും തമാശ പറയുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ മനസ്സിലായത്. ബേബിച്ചനും അതുപോലെ. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടതില്. അതുപോലെ തന്നെ ഇന്ന് നിസയുടെ അവതരണം, നിസയും ഇത്രയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഓരോ കാര്യങ്ങളും വളരെ ചടുലതയോടെ പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഭാവം വളരെയധികം നന്നായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ജോഷി സാറ്, ഞാനൊന്ന് ഇറങ്ങുവാണ്. ഇന്നൊരു BKയുടെ പരിപാടി ഉണ്ടായിരുന്നു കായംകുളത്ത് വെച്ച്. അപ്പൊ ബാക്കി പരിപാടി റെക്കോർഡ് കേട്ടോണം. കേൾക്കാം. ഓക്കെ. ഇനി അവിടെ റോസ് ടീച്ചർ ഇതിന്റെ അകത്തുണ്ടോ? ഇറങ്ങി പോയോ? പോയി കാണും. ഓക്കെ. അപ്പൊ ഇനി തെക്കോട്ട് ആരും ഇല്ലല്ലോ, കഴിഞ്ഞില്ല എല്ലാരും? ശരി, നമ്മൾ കോട്ടയത്തേക്ക് വരുന്നു.
ഞാൻ പറഞ്ഞില്ല. ഓക്കെ 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 പറഞ്ഞോളൂ. ഞാനൊരു സ്വാഗത പ്രസംഗ ആയിരുന്നു എങ്കിലും എനിക്ക് ബേബിച്ചിനെ കുറിച്ചും എനിക്കും 2 വാക്ക് പറയാനുണ്ട്. അതായത് ബേബിച്ചൻ ഇന്ന് ഈ അവതരിപ്പിച്ച കുട്ടനാടിന്റെ ഭംഗി, അത് ഞാന് പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പാഠപുസ്തകത്തില് കുട്ടനാടിന്റെ വർണ്ണഭംഗിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഞാനിങ്ങനെ കുട്ടനാട്, അന്ന് കുട്ടിക്കാലത്ത് നമുക്ക് കുട്ടനാട് എന്താ എവിടെയാ ഇതൊന്നും അറിയില്ലല്ലോ. പക്ഷെ എങ്കിലും അത് പഠിക്കുന്ന സമയത്ത് അതൊക്കെ കാണാനും എന്താണെന്ന് അറിയാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ PSCക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോ ജില്ലയുടെ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ആലപ്പുഴ ജില്ലയെ കുറിച്ച് പഠിക്കുമായിരുന്നു. അപ്പം അന്ന് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ആയിരുന്നു എന്താണ് ആലപ്പുഴയിൽ എന്തുണ്ട് അങ്ങനെ ഓരോന്ന് പഠിക്കുന്ന കൂട്ടത്തില് ഇന്ന് ബേബിച്ചൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് പഴയത് ഓർമ്മ വന്ന്. മറ്റേ നമ്മുടെ തോട്ടപ്പള്ളി ആയാലും തണ്ണീർ ബണ്ട് അങ്ങനെ അതിന്റെ എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അപ്പോഴും എല്ലാം ആലപ്പുഴ എന്താ കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഈ കുട്ടനാടൊക്കെ. അത് കഴിഞ്ഞ് എനിക്ക് ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴും ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച് ഭയങ്കര സന്തോഷത്തോടെ ആലപ്പുഴയ്ക്ക് പോയത്. കാര്യം ഈ പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലം കാണാം, അവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും ഓഫീസിലെ തിരക്കുകൾ കൊണ്ട് എനിക്ക് ആ സ്ഥലങ്ങളൊന്നും കാണാൻ വളരെ കൂടുതൽ സ്ഥലമൊന്നും കാണാൻ പറ്റിയില്ല. അവിടെയുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ദിവസം ടൂറൊക്കെ അറേഞ്ച് ചെയ്തെങ്കിലും അതും പല കാരണങ്ങളാല് മിസ്സായിപ്പോയി. പക്ഷേങ്കില് രാമങ്കരി എന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരി താമസമുണ്ട്. അപ്പൊ അവളുടെ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട്, എങ്കിലും പിന്നെയും കാണാനുള്ള ആഗ്രഹമാണ്. അപ്പൊ ഇന്നിപ്പം ബേബിച്ചൻ അതും കൂടെ കുട്ടനാടിനെ കുറിച്ച് കൂടുതൽ വർണ്ണിച്ചപ്പോഴത്തേക്ക് ആഗ്രഹം വളരെ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബേബിച്ചന്റെ വീട്ടിലെത്താനും ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനും ഒരു ദിവസം നിന്ന് തന്നെ കാണാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ബേബിച്ചന്റെ ഈ ബിസിനസ് വളർച്ചയില് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഒന്നും വേണ്ട എന്ന് വെച്ച് മതിയാക്കി നിർത്താതെ തന്നെ ഇപ്പോഴും ഒരുപാട് തവണ ക്രോർബതിയായ ഒരു സാഹചര്യത്തില് ഇത്രയും ഉയരത്തിലൊക്കെ എത്താനുള്ള ആ മനസ്സും നമ്മുടെ ലൂസിയമ്മ ചേച്ചിയുടെ പിന്തുണയും പിന്നെ മക്കളൊക്കെ ഇത്രയും ഉയർച്ചയിലൊക്കെ എത്തിയതും എല്ലാം ഈ ദൈവവിശ്വാസം. ഞങ്ങളുടെ ഖുർആനില് പറയുന്നുണ്ട്, ഞങ്ങളുടെ മതപ്രകാരവും പറയുന്നുണ്ട് ഇതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ചാല് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒരുമിച്ച് ഒരു സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന കാണുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ സന്തോഷമുള്ളതെന്നാ പറഞ്ഞത്. അപ്പൊ അത് തന്നെ ബേബിച്ചനും പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും ഞാനപ്പോ ഓർത്തു. അപ്പൊ അത് തന്നെ നമ്മുടെ എല്ലാ കുടുംബത്തിലും നമ്മൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നല്ല സന്തോഷത്തിലും ഐശ്വര്യത്തിലും ജീവിക്കും. അതുകൊണ്ട് ബേബിച്ചന് ഇനിയും ഒരുപാട് നാളെ ഈ സന്തോഷത്തോടു കൂടി ഈ ബിസിനസ് എല്ലാം ചെയ്ത് തന്നെ ആരോഗ്യത്തോടു കൂടി രണ്ടുപേരും മക്കൾക്കൊപ്പം സന്തോഷമായിട്ട് കഴിയാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഭംഗിയുള്ള ഈ കുട്ടനാടിൽ ജനിക്കാൻ പറ്റിയത് തന്നെ വളരെ ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉള്ളത് പറഞ്ഞിട്ട് കേട്ടിട്ട് അതിശയമായി പോയി. ഇത്രയും ഉള്ളത് നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്, പക്ഷെ അതിലുപരി ഇത്രയും ആലപ്പുഴ ജില്ലയ്ക്ക് അല്ലെങ്കിൽ കുട്ടനാടിനുണ്ട് എന്നുള്ളത് അവർണ്ണനീയമാണ്. അപ്പൊ അതുകൊണ്ട് അതിലെല്ലാം പങ്കുചേരാൻ പറ്റിയ ബേബിച്ചനെ ലൂസിയമ്മ ചേച്ചിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സാറേ ജ്യോതിയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ. ഞാൻ ഇറങ്ങണം, ഇന്ന് വിളിച്ചായിരുന്നു. ബാക്കി കേട്ടോണം. ശരി സാർ. ഓക്കെ ഓക്കെ. അപ്പൊ കൊല്ലം കഴിഞ്ഞു, തിരുവനന്തപുരവും കഴിഞ്ഞു, നമ്മളെ കോട്ടയത്തേക്ക് വരുന്നു. കൂടാരപ്പള്ളിയിൽ പറയട്ടെ സാറേ. ഓക്കെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൃഷി വകുപ്പിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. കൃഷി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഞാൻ കുട്ടനാട്ടിലേക്ക് 2008 ട്രാൻസ്ഫർ ആയപ്പോൾ വളരെ ആശങ്കയോടെയാണ് അങ്ങോട്ട് പോയത്.
എല്ലാരും പറഞ്ഞു കേട്ടുള്ള ഭീതി നിർഭരമായ അനുഭവങ്ങളൊക്കെ കേട്ട് കേട്ട് പേടിച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആ കറയില്ലാത്ത സ്നേഹവും ബഹുമാനവും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും പറയുവാണെങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടമായിരുന്നു ആ കാലഘട്ടം. കാരണം രാപ്പകല് കൃഷി ചെയ്ത് പരിശ്രമിച്ച് നെല്ല് കൊയ്യാൻ പാകമായപ്പോൾ വന്ന ആ വേനൽ മഴ ഇന്നും നടുക്കത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. എന്നാലും എൻ്റെ കർഷക സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഒപ്പം ആത്മാർത്ഥതയോടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ട് അവിടുന്ന് പോകുന്നത്. ബേബിച്ചൻ കുട്ടനാടിന്റെ ഒരു യഥാർത്ഥ ചിത്രം അവതരിപ്പിച്ചപ്പോൾ എനിക്ക് ആ കാലഘട്ടത്തിലൂടെ ഒന്നുകൂടെ കടന്നു പോയതായിട്ടാണ് ആ പ്രതീതി ഉണ്ടായത്. പിന്നെ കുട്ടനാട്ടുകാരുടെ ആതിഥേയ മര്യാദയെ പറ്റി ഒട്ടും പറയേണ്ടതില്ല, ഒരതിശയവുമില്ല. ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. ആ മനോഹരമായ വീട് കാണാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ലൂസിയാമ്മ ചേച്ചി ഒരു വലിയ മേശ നിറയെ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത്. കൂടാതെ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള മീനും കറികളും എല്ലാം തന്നു വിടുകയും ചെയ്തു. വളരെ സരസനും രസികനുമായ ബേബിച്ചൻ മാംഗോ മെഡോസിൽ വെച്ച് നടത്തിയ ഗെറ്റ് ടുഗദറിൽ നമ്മുടെ പുഷ്പുവിനെ എടുത്തു പൊക്കിയത് ഇന്നും ഓർത്തോർത്ത് ചിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്കത് ഓർക്കുമ്പോ ചിരി വരും. അതുപോലെ തന്നെ പുളിങ്കുന്ന് ഗെറ്റ് ടുഗദറിന് കൊണ്ടുവന്ന ആ പോഷകാഹാരം ഇന്നും എല്ലാ ഗെറ്റ് ടുഗദറിനും ഉള്ള ഒരു പ്രധാന സംസാര വിഷയമാണ് നമ്മുടെ ബേബിച്ചൻ കൊണ്ടുവന്ന പോഷകാഹാരം. അപ്പോൾ ഏതായാലും കുട്ടനാടിന്റെ ജീവിത രീതികളെ പച്ചയായിട്ട് അവതരിപ്പിച്ച ബേബിച്ചന്, ലൂസിയാം ചേച്ചിക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു. പ്രദീപ് സാറല്ലേ? ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആദ്യം തുടക്കത്തില് സംസാരിച്ച മിസാജി, പിന്നെ ഇതിനാദ്യ പ്രതികരണം നടത്തിയ ശുഭാജി, പിന്നെ ഇതിൻ്റെ എല്ലാം പുറകിൽ അമരത്തിൽ നിൽക്കുന്ന ജോഷി സാറ്, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ബേബിച്ചൻ, ലൂസിയമ്മജി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ലൂസിയമ്മജിയുടെ പാട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന് വേണേൽ പറയാം. അപ്പൊ അത് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് പറഞ്ഞ പോലെ ബേബിച്ചന്റെ ഇന്നത്തെ അവതരണം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുട്ടനാടിനെ പോലെ തന്നെ മനോഹരമായിട്ട് ബേബിച്ചൻ അത് അവതരിപ്പിച്ചു എന്ന് പറയാതെ നിർത്തിയില്ല. എല്ലാവർക്കും അത് അങ്ങനെ തന്നെ തോന്നി എന്ന് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളിൽ പറയുകയും ചെയ്തു. നമ്മുടെ പുനർനവയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ കുട്ടനാടില് നമ്മളൊരു ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നു. കുട്ടനാടിനെ പറ്റി ഒരു ഫീല് നമുക്ക് കിട്ടാനായിട്ട് അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്തു. 1.5 മണിക്കൂർ പമ്പയാറ്റിലൂടെ നമുക്ക് ബോട്ടിങ്ങിൽ പോകാനും അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോട്ടിങ്ങിന് ശേഷം തിരിച്ചു വന്നപ്പോൾ കുട്ടനാടിന്റെ തനത് രുചി ബേബിച്ചൻ എല്ലാവർക്കും സപ്ലൈ ചെയ്തു. അങ്ങനെ പോഷകാഹാരം പ്രത്യേക ഒരു നല്ല വളരെ പ്രൗഢമായ ഒരു പേരോടുകൂടി കുട്ടനാടിന്റെ രുചി നമ്മുടെ നാക്കിലും ഒക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടതാണ്. വളരെ എനിക്ക് വ്യക്തിപരമായിട്ട് കുട്ടനാടുമായിട്ട് വളരെ അടുപ്പമുണ്ട്. ഞാൻ 4 വർഷത്തിലധികം ആലപ്പുഴയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ AC റോഡ് ജസ്റ്റ് കംപ്ലീറ്റ് ആയ ആ 3 പാലങ്ങളും നെടുമുടി, പിന്നെ വള്ളാത്തുരുത്തിയും നെടുമുടിയും ഇപ്പോഴത്തെ കിടങ്ങറ പാലവും ജസ്റ്റ് കംപ്ലീറ്റ് ആയ ആ സമയത്ത് 1988 മാർച്ച് മാസത്തിലാണ് ഞാൻ ആലപ്പുഴയിൽ വരുന്നത്. ആദ്യത്തെ ഏതാനും പ്രാവശ്യം ഞാൻ ബോട്ടിലാണ്, കോട്ടയത്ത് നിന്ന് ബോട്ടിൽ കയറി ആലപ്പുഴ വരികയും അതിനുശേഷം ബൈക്കിൽ ആ വഴി കൂടെ. അന്ന് വഴി വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. പല സ്ഥലത്തും വലിയ കുഴികളും വെള്ളക്കെട്ടും ഒക്കെ ആയിരുന്നു. കാരണം അന്ന് ആ വഴി പൂർണ്ണമായി ലേ ചെയ്ത് സെറ്റിലായിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പം അതിമനോഹരമായ ഒരു ഹൈവേ പോലെ നമുക്ക് വളരെ പെട്ടെന്ന് പെരുന്നയിൽ നിന്ന് പിന്നെ കളർകോട് എത്താൻ സാധിക്കുന്നു.
അപ്പോൾ ഈ വളരെ സ്റ്റീപ്പായിട്ടുള്ള പാലങ്ങൾ, അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയധികം പാലങ്ങൾക്ക് ഇതിന് മാത്രം ഉയരം. പാലത്തിന് അടുത്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വലിയ മല കയറുന്ന പോലെ മേളിലോട്ട് കയറിയിട്ട് വേണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കാണാൻ പറ്റില്ല. ഈ പാലത്തിന്റെ മേളിൽ കയറി കഴിഞ്ഞാലേ കാണാൻ പറ്റൂ, കാരണം അത്ര ഉയരത്തിലാണത്. അത് ശരിക്കും താഴെ കൂടെ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ഒക്കെ കടന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എത്ര ജലനിരപ്പ് ഉയർന്നാലും ബുദ്ധിമുട്ടില്ലാതെ ഉള്ള ഗതാഗതം, പ്രത്യേകിച്ച് ചരക്ക് നീക്കങ്ങളൊക്കെ അതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉയർത്തി വെച്ചിരിക്കുന്നതെന്ന് ആദ്യം പെട്ടെന്ന് പിടികിട്ടില്ല, പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഈ സ്ഥിരമായിട്ട് ആ ടെറൈനിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ രണ്ട് സൈഡിലും, പ്രത്യേകിച്ച് ഒരു സൈഡിൽ ഈ നമ്മുടെ പെരുന്ന മുതൽ ഏകദേശം അവസാനം വരെ നമ്മുടെ ഈ കളർകോടിന് തൊട്ടടുത്ത് വരെ ഒരു സൈഡിൽ മുഴുവൻ ഒരു തോടാണ്. വലതുവശത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോവുകയാണെങ്കിൽ വലതുവശത്ത് മുഴുവൻ പാടങ്ങൾ. വളരെ രസകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോവുക. ആ റോഡ് ഒക്കെ കാലക്രമേണ വലുതാവുകയും അത് ഇപ്പോൾ വളരെ നല്ലൊരു പാതയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ കുട്ടനാട്ടിലെ ആ ഒരു റോഡിൽ കൂടെ ഒന്ന് ഓടിക്കുന്നത് വളരെ ഹൃദ്യമാകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നോൺ വെജിറ്റേറിയനൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ധാരാളം താറാവും കരിമീനും ഒക്കെ, അതിന് ഏറ്റവും രുചികരമായ എക്സാമ്പിൾസ് ലൂസിയാമ്മയുടെ സൽക്കാരത്തിൽ നിന്ന് നമുക്ക് എടുക്കിട്ടിരിക്കുന്നത്. രാധ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടുന്ന് ആഹാരം കഴിക്കുക മാത്രമല്ല, അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ള നമ്മുടെ അടുക്കള അടച്ചിടത്തൊക്കെ ഉള്ള രീതിയിൽ എല്ലാം നമുക്ക് പാക്ക് ചെയ്ത് തരികയും ചെയ്യും. അത് ബേബിച്ചന്റെ മാത്രം ഒരു, അല്ലെങ്കിൽ കുട്ടനാട്ടിലെ ഒരാളിൽ നിന്ന് മാത്രം കാണുന്നതല്ല, ജോഷി സാറിന്റെ വീട്ടിലും ഇതേ അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ കാറിന്റെ ഡിക്കി നിറയെ സമൃദ്ധമായി നമുക്ക് വെളിച്ചെണ്ണയും ഉണക്കച്ചെമ്മീനും ഉൾപ്പെടെ ജോഷി സാറിന്റെ വീട്ടിൽ നിന്ന് തന്നയക്കാറുണ്ട്. അപ്പൊ ഈ കുട്ടനാടിന്റെ ആദ്യത്തെ മര്യാദയെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് മറ്റ് എക്സാമ്പിൾസ് ആവശ്യം തന്നെ ഇല്ല. നമ്മുടെ പ്രമുഖരായ രണ്ട് കുട്ടനാട് പ്രമുഖര് രണ്ടുപേര് തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. അവരുടെ ഫാമിലി തന്നെ വലിയ ഉദാഹരണം. പിന്നെ എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഈശ്വരവിശ്വാസവും അതുപോലെ തന്നെ കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വലിയ പാഠങ്ങൾ അദ്ദേഹം ഈ സമയത്ത് സ്വന്തം അനുഭവം വെച്ചും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കവണ്ണം അദ്ദേഹം പറയുകയുണ്ടായി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് അന്യോന്യം സഹകരിച്ച്, അതായത് ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുകയും സന്തോഷം വരുമ്പം അല്ലെങ്കിൽ വിജയങ്ങളിൽ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഈ പുനർനവ കുടുംബത്തിലും ഇതേ ആ ഒരു മെസ്സേജ് നമ്മൾ അന്യോന്യം പാലിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുട്ടനാട്ടിലെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു കുട്ടനാട്ടിൽ ഒരിക്കൽ കൂടി പോകണം. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി ഒരു ഗെറ്റ് ടുഗദർ കുട്ടനാട്ടിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. ബേബിച്ചനും ജോഷി സാറൊക്കെ ഉള്ളപ്പം അതിനൊരു ചുക്കാൻ പിടിക്കാനുള്ള ആളെ നമുക്ക് പ്രത്യേകം അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് അവിടെ ഇതുവരെ കാണാത്ത കാഴ്ചകൾ വീണ്ടും കൂടുതൽ മനോഹരമായിരിക്കും വിചാരിച്ച് നമുക്കത് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. ഏതായാലും ലൂസിയാമ്മയുടെ അവസാനം ചേർത്ത് വെച്ച ആ മധുരമായ ഗാനം ഉൾപ്പെടെ ഇന്നത്തെ സുഹൃത്തിനെ കേൾക്കാൻ പരിപാടി അതിഗംഭീരമായിരുന്നു. അത് എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ ബേബിച്ചനും ലൂസിയാമ്മയും കുടുംബത്തിനും ഭാവിയിലും ആയുരാരോഗ്യ സൗഖ്യം നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കുട്ടനാട്ടിലെ ഗെറ്റ് ടുഗദറിന് സ്ഥലം അന്വേഷിക്കണ്ട സാറേ. ബേബിച്ചാൻ വീടിന്റെ മോളിൽ നമുക്ക് സ്ഥലം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, ജയശ്രീ. സാറേ കേൾക്കാമോ? കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുമായിരുന്നു. ഒരുപാട് സന്തോഷം. ഏറെ ഹൃദയസ്പർശിയായ അവതരണം. ശരിക്കും കുട്ടനാട്ടിലൂടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു യാത്ര ചെയ്ത ഒരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ശരിക്കും ഇതിങ്ങനെ പറഞ്ഞപ്പോൾ വെള്ളമൊക്കെ വാർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ആദ്യമായിട്ട് ജോഷി സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വള്ളത്തെ കയറാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മിൻചേച്ചി മുത്തും കൂടെ കെട്ടിയിട്ട ഒരു വള്ളത്തിൽ കയറ്റിയതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. കുട്ടനാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു.
പിന്നെ ലൂസിയമ്മ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ലൂസിയമ്മജി ലാസ്റ്റ് പാടിയത്. പിന്നെ ഈ നമ്മൾ അന്ന് ആ ഒരു വീടിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു വന്ന് എല്ലാവരുടെയും ഒപ്പം ഒന്ന് വരണം എന്ന്. പക്ഷേ എന്തായാലും അത് സാധിച്ചില്ല. കുട്ടനാട് ഗെറ്റ് ടുഗദർ വെച്ചപ്പോഴും വരാൻ സാധിച്ചില്ല. പക്ഷേ ഇനി ഒരു ദിവസം വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ബേബിച്ചായനും ലൂസിയമ്മജിക്കും ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം കുട്ടനാടിനെ കൂടുതൽ അറിയാൻ സാധിച്ചതിൽ, അവിടുത്തെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അറിയാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, വീണ്ടും നമുക്ക് കുട്ടനാട്ടിൽ ഒന്നിച്ചു കൂടാം. എല്ലാവർക്കും എപ്പോഴും സ്വാഗതവുമാണ്. ഓക്കെ, നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. മോഹനാജി ഇല്ലല്ലോ ഇതിന്റെ അകത്ത്. രമ്യാജി. ഓ താങ്ക് യു. രമ്യാജി അവസാനം നന്ദിയുടെ കൂടെ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മള് എറണാകുളത്തേക്ക് പോകുന്നു. ഹമീദാജി. എന്റെ എല്ലാ ഫ്രണ്ട്സിനും നമസ്കാരം. എല്ലാവരും നിറച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ കുട്ടനാടിന്റെ മനോഹരിതയും വെല്ലുവിളികളും അതിമനോഹരമായി അവതരിപ്പിച്ച ബേബിച്ചേട്ടനും, ഒരു ഭർത്താവിന്റെ സക്സസ് ആക്കുന്നത് ഭാര്യയുടെ പ്രാർത്ഥനയാണെന്ന് പാട്ടിലൂടെ തെളിയിച്ച ലൂസിയമ്മ ചേച്ചിക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ കൂടുതൽ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ സമയം ഞാൻ കളയുന്നില്ല. ജോസഫ് സാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ചോ ഒന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നമ്മുടെ ബാസി സാറോ സലിജാജിയോ ഉണ്ടോ? ഞാൻ കണ്ടതായി തോന്നിയില്ല. ഇല്ല, ആരും ഇല്ല. പിന്നെ എറണാകുളം കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് എന്നുള്ള ആളും പറഞ്ഞു പോയി കഴിഞ്ഞു. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറം ഹുസൈൻ സാർ ഉണ്ടായിരുന്നു പോയെന്ന് തോന്നുന്നു. തോന്നില്ല. ഇല്ല. ഓക്കെ, അപ്പോ വീണ്ടും കോഴിക്കോടേക്ക് മൂർത്തി സാർ. സാറല്ല, ഒരു കുട്ടിയാണ്. രാമൻകുട്ടിയാണ്. രാമൻകുട്ടി പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഈ പരിപാടി ഇത്ര ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ജോഷ് സാറിന് ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഒരു അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ലൂസിയമ്മജി പാടിയ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്ര മികച്ചൊരു ഗായിക അവിടെ ഉറങ്ങിക്കിടപ്പുണ്ടെന്നുള്ളത് നമ്മളിതുവരെ അറിഞ്ഞില്ല. ഇനി മുതൽ എല്ലാ പരിപാടിക്കും ലൂസിയമ്മച്ചിയുടെ പ്രാർത്ഥന ആമുഖ ഗാനമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് ജോഷ് സാർ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകളില്ല. എനിക്കത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മളെ പാലക്കാട് ഗെറ്റ് ടുഗദറിൽ ആ പാട്ടും പാടിക്കൊണ്ട് നമ്മളെ പൂളിലേക്ക് ചാടിയ ബേബിച്ചാനെയാണ്. ആ കുട്ടിയെ മേലുമുഴുവൻ സോപ്പൊക്കെ തേച്ച് കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം സോപ്പ് ഒഴിവാക്കിയിട്ട് നേരെ വന്ന് ആ പൂളിലേക്ക് ഡൈവ് ചെയ്ത ബേബിച്ചാനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. അതുപോലെ അത് കണ്ട് മെല്ലെ ഒരു സൈഡിൽ കൂടി ഒഴിഞ്ഞു പോകുന്ന ഹുസൈൻ സാറും എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നും നിലനിൽക്കും. കുട്ടനാട്ടുകാരൊക്കെ ഇത്രയും സിമ്പിളും വളരെ ഹമ്പിളും ആണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എന്താ പറയുക, വെള്ളത്തിലും ചെടിയിലൊക്കെ ഉള്ള പിന്നെ വിരിഞ്ഞു നിൽക്കുകയാണ് താമരകൾ. ഞങ്ങൾ കുട്ടനാട്ടിൽ വരുമ്പോഴും ഞങ്ങൾ പുളിങ്കുന്നിൽ ഞങ്ങളെ മോള് പഠിച്ചിരുന്നു. അപ്പോഴാണ് കുട്ടനാട് കാണാനുള്ള അവസരം ഉണ്ടായത്. ആമ്പലുകളും താമരകളും ഒക്കെ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉറപ്പാണ് കുട്ടനാട്ടിൽ വിരിഞ്ഞിട്ടുള്ള ഒരു താമര എന്ന് പറയുമ്പോൾ മറ്റു പല അർത്ഥങ്ങളുണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. അത്രയും നല്ല താമരയിൽ ഒരിക്കലും ചെളിയും ഇതൊന്നും പെടൂല. എപ്പോഴും താമര എപ്പോഴും പരിശുദ്ധമായിട്ടിരിക്കും. ദൈവത്തിൻ്റെ അടുത്ത് അർപ്പിക്കുന്ന ഏറ്റവും വലിയ പൂജാപുഷ്പമാണ് താമര. അതുപോലെ താമരയായിട്ട് ദൈവത്തിനടുത്ത് ജീവിക്കുന്ന ബേബിച്ചായനും ലൂസിയമ്മച്ചിക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. എപ്പോഴും എന്നും സന്തോഷത്തോടെ സൗഖ്യത്തോടെ കുട്ടികൾക്കൊക്കെ ഒരു മാർഗദീപമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു വെളിച്ചമായിട്ട് നിങ്ങൾ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ എൻ്റെ സഹധർമ്മിണിക്ക് ഇത് കൈമാറും. അല്ല, അങ്ങനെയല്ലേ ജോഷ് സാറേ? അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം പറയിപ്പിക്കണ്ട.
അല്ല അത് പണ്ടായിരുന്നു സാറേ, മാറ്റില്ല ഇപ്പം. അല്ല റേഷൻ കാർഡൊക്കെ പുള്ളിയുടെ വരുന്നത്. ഓക്കെ പറഞ്ഞു. അല്ല എല്ലാം അങ്ങനെ ആയപ്പോ ഈ കാര്യത്തിൽ നിന്ന് കിടക്കട്ടെ. ബസ്സിൽ പോയാല്, അമ്പലത്തിൽ പോയാല്, പള്ളിയിൽ പോയാലും ഒക്കെ ഒരു മുമ്പിലാണ്. നമ്മൾ ഇതിലെങ്കിലും ഒന്ന് മുന്നിൽ നിൽക്കട്ടെ സാറേ. ഓക്കെ ഓക്കെ. ഇതിലും മുന്നിൽ തന്നെയാണ്. നമസ്കാരം. പിന്നെ ലൂസി അമ്മച്ചിക്കും പിന്നെ ബേബിച്ചനും പിന്നെ കുട്ടനാടിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഇത്രയും കുട്ടനാടിന്റെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഇന്നാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. പിന്നെ പോഷകാഹാരത്തിന്റെ രുചി എന്താണെന്ന് അറിഞ്ഞത് അന്ന് അവിടെ പിന്നെ പുളിങ്കുന്നിന് വന്നപ്പോഴായിരുന്നു. എപ്പോ കള്ളു ഷാപ്പ് കാണുമ്പോഴും ബേബിച്ചനെ ഓർമ്മ വരില്ല. അങ്ങനെ പറയണ്ടായിരുന്നു. പോഷകാഹാരം കാണുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു. അതെ. അല്ല കുറച്ചും കൂടി ഒന്ന് ഒരു തള്ളായിക്കോട്ടെ വിചാരിച്ചു. നമ്മളെ കാലുകൂടിയിലാക്കില്ലേ. ഈ പോഷകാഹാരം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തോ കഴിക്കുന്ന സാധനമാണെന്ന് കരുതി. ഇപ്പോഴാണ് മനസ്സിലായി. ഇതുവരെ മനസ്സിലായില്ലായിരുന്നു. ഇപ്പോഴത് പിടികിട്ടിയ സംഭവം കറക്റ്റ് മനസ്സിലായി. ചർച്ച പിന്നീട് പ്രസീതാജി തുടരൂ. എനിക്ക് ഇത്ര പറയാനുണ്ടോ? ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 താങ്ക് യു. ഞാൻ സമയക്കുറവുണ്ടാ കേട്ടോ. നമുക്ക് അതിലേക്ക് അത് തന്നെ റെക്കോർഡിംഗ് ആണ്. നമ്മള് അടുത്തത് പുഷ്പാജിയിലേക്ക് പോകുന്നു. ആര് മറന്നാലും ഞാൻ മറക്കൂല ബേബിച്ചന. ഫസ്റ്റ് പറയാ, ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഈ രണ്ട് വരിയെങ്കിലും ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്ര നേരം ബേബിച്ചൻ പറഞ്ഞതിനൊരു കാര്യമില്ലാതെയോ. എൻ്റെ ജോഷി സാറെ ഞാൻ നമസ്കരിക്കുന്നു, ജോഷി സാറിന്റെ കാര്യം ആലോചിച്ചിട്ട്. പിന്നെ ഇതെല്ലാം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കുട്ടനാടിലേക്ക് ഈ ആഴ്ച തന്നെ പോയാലോ എന്നൊരു സംശയമുണ്ട്. ഇനി പോകുമ്പോ പ്രദീപ് സാറ് പോയ മാതിരിയാ പോവാ. ട്രെയിനിലല്ല, ഒരു വണ്ടി എടുത്തിട്ട് തന്നെയാ പോകുന്നത്. കാരണം എന്നാലേ അവിടുന്ന് എത്രത്തോളം ഇങ്ങോട്ട് മീനെല്ലാം കയറ്റാൻ പറ്റുമോ അത്രത്തോളം അത് കയറ്റി വരാം. ലൂസിയമ്മേച്ചി എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല. ഇതിപ്പോ ഞാനായിരിക്കും ലാസ്റ്റ് ഉണ്ടാവും. അല്ല അനിലും കൂടി ഉണ്ടല്ലേ. അപ്പം ഇത്ര വലുതായിട്ടെല്ലാം പറഞ്ഞ് നമ്മളെ കുട്ടനാട്ടിനെ സ്വന്തമാക്കി തീർത്ത ബേബിച്ചന് വലിയൊരു നമസ്കാരം. അതുപോലെ നിസ, ശുഭ അവർക്കും കൂടി. ഓക്കെ. കാനഡയിൽ നിന്ന് പ്രിയപ്പെട്ട അനിൽജി. ഏവർക്കും നമസ്കാരം. ഹൃദ്യമായ അവതരണം ബേബിച്ച അഭിനന്ദനങ്ങൾ. അതിന് പിറകിൽ പ്രവർത്തിച്ച ജോഷി സാറിനും അതോടൊപ്പം ഹൃദ്യമായി ഒരു പ്രാർത്ഥന ഗാനം ആലപിച്ച ലൂസി അമ്മാച്ചിക്കും. ബേബിച്ചന്റെ വീട്ടിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. പ്രദീപ് സാറിന്റെ കാഠിന്യത്താൽ നമ്മൾ എല്ലാവരും കൂടി അവിടെ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നല്ല രാധാജി പറഞ്ഞ പോലെ മേശ മുഴുവൻ നിറഞ്ഞു നിന്ന ഭക്ഷണ വിഭവങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അത്രയും ഉണ്ടായിരുന്നു. എല്ലാ വിധത്തിലും ഉണ്ടായിരുന്നു. പോഷകാഹാരം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബേബിച്ചൻ പനി ആയി വിശ്രമത്തിലായിരുന്നു. എന്നിട്ടും കൂടി നമ്മൾ വരുന്നപ്പോൾ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരുന്നു. അതുകൂടാതെ അവിടെ നിന്ന് എനിക്ക് വേണ്ടി കൊടംപുളി, അതിപ്പോ കാനഡയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അധികം മീൻകറി വെക്കാത്തതുകൊണ്ട് ഇപ്പോഴും അതും പറിച്ച് തന്ന് ബേബിച്ചൻ പാക്ക് ചെയ്ത് എനിക്ക് തന്നു. അതുകൂടി ഞാൻ ഓർക്കുന്നു. അതുകൂടാതെ ഇപ്പോഴും ഇത്ര സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ മക്കളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ അഭിമാനിക്കുന്നു. ഇനിയും എല്ലാവിധ അഭിവൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ഓക്കെ താങ്ക് യു. അപ്പൊ ഇനിയും
ബാംഗ്ലൂർ പ്രസീതാജി ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇല്ല. റോസ് ജിയും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ എന്റെ അറിവുകേട് കൊണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആലപ്പുഴയിൽ നിന്ന് മിനി ചേച്ചി ഉണ്ടായിരുന്നു. ആരാ? ആലപ്പുഴയിൽ നിന്ന് മിനി ചേച്ചി ഉണ്ടായിരുന്നു. അതിവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുന്നതിന്റെ ഒരു വലിയ പണിയിലാണ് പുള്ളി. ഓക്കെ, പോട്ടെ. ബേബിച്ച ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോഷകാഹാരം തരണ്ടേ? ഞാൻ അവിടെ തന്നെ ഫ്ലാറ്റ് ആയി പോകും. അത് കൂടുതൽ ചേർത്തില്ല. കൊച്ചുപിള്ളേർക്കൊക്കെ ഒരു ഫില്ലർ വെച്ചിട്ട് അവളെ പറയുന്നില്ലെന്ന് പറഞ്ഞു. ബേബിച്ചിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ. പിന്നീട് ഇനിയിപ്പോ ഒരു മറുപടി പ്രസംഗവും നന്ദി പ്രകാശനവുമാണ് കിടക്കുന്നത്. ഈ നന്ദി പ്രകാശനത്തോടൊപ്പമാണ് രമ്യാജി തന്റെ അഭിപ്രായവും പറയുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ട് പ്രതികരണം പോരെ ബേബിച്ച? അപ്പൊ അങ്ങനെയെങ്കിൽ ഔദ്യോഗികമായ നന്ദി പ്രകാശനത്തിനും തന്റെ അവതരണത്തോടുള്ള പ്രതികരണത്തിനുമായി നമുക്ക് ഏറ്റവും പ്രിയങ്കരി, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തില് നമുക്ക് ഈ പരിപാടിക്ക് ഒരു ഉദ്ഘാടനം നൽകിക്കൊണ്ടിരിക്കുന്ന രമ്യാജിയെ ഈ രണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. സുഹൃത്തിനെ കേൾക്കാം എന്ന പ്രോഗ്രാമിൽ എന്റെ ദൗത്യം നന്ദി പ്രകാശനമാണ്. ആദ്യം തന്നെ സുഹൃത്തിനെ കേൾക്കാം എന്ന പ്രോഗ്രാമിന് ചുക്കാൻ പിടിക്കുന്ന ജോഷി സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ മനോഹരമായി അവർക്ക് സ്വാഗതം ചെയ്ത നിസാജിയോട് നന്ദി അറിയിക്കുന്നു. വിഷയാവതരണം നടത്തിയ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബേബി സാറിനും നന്ദി അറിയിക്കുന്നു. എന്റെ പ്രതികരണമായി ബേബി സാറിനെയും കുടുംബത്തെയും വളരെയധികം അടുത്തറിയാനും സിനിമകളിലും കഥകളിലും മാത്രം ഞാൻ കേട്ടിട്ടുള്ള രാമങ്കരി നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും കലാസാഹിത്യ രംഗങ്ങളിൽ പ്രശസ്തരായ കുട്ടനാട്ടുകാരെ കുറിച്ചും വളരെയധികം നമുക്ക് അറിയാൻ സാധിച്ചു. കുട്ടനാടിന്റെ മണ്ണിന്റെ പ്രത്യേകതയും കുടുംബത്തെ കുറിച്ചും അത് കരുതലോടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബേബിച്ച വ്യക്തതയോടുകൂടി പറഞ്ഞു തന്നു. കൂടാതെ ലൂസിയ അമ്മയുടെ പാട്ടും അതിഗംഭീരമായി. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആദ്യ പ്രതികരണം നടത്തിയ എന്റെ പ്രിയപ്പെട്ട ശിവാജിയോടും പിന്നീട് പ്രതികരണം നടത്തിയ ഫിലോമിനാജിയോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി കുട്ടനാടിന്റെ ഓർമ്മകളും പാലക്കാടിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളെ അവതരിപ്പിച്ച ഹരിജിയോട് നന്ദി അറിയിക്കുന്നു. പിന്നീട് പ്രതികരണം നടത്തിയ ബിന്ദുജിക്കും ബേബിച്ചനും കുടുംബവുമായുള്ള ഹൃദയബന്ധത്തെ കുറിച്ചും അറിയിച്ച ജേക്കബ് സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കുട്ടനാടിനെ കുറിച്ചും അവിടുത്തെ യാത്രയെക്കുറിച്ചും പറഞ്ഞ മോഹൻജിയോടും വളരെ ചുരുക്കം നിറഞ്ഞ ഭാഷയിൽ പ്രതികരിച്ച വിനോദ് സാറിനോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് പ്രതികരിച്ച ബിന്ദുജിക്കും ജ്യോതിജിക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി കുട്ടനാടിനെ ഒരുപാട് ഓർമ്മകൾ കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ച അംബികാജിയോട് നന്ദി അറിയിക്കുന്നു. ത്യാഗം ദമ്പതികൾ എന്ന് വിശേഷിപ്പിച്ച രവിയോടും ഗീതാജിയോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. ബേബിച്ചനും ലൂസിയാമ്മയ്ക്കും പ്രോത്സാഹനമായി 100, 110 മാർക്ക് നൽകിയ ഈ പ്രോഗ്രാമിന്റെ ജീവനാഡിയായ ജോഷി സാറിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് കൊല്ലത്ത് നിന്ന് കൂടുതൽ മാർക്ക് നൽകി ലൂസിയാമ്മയ്ക്ക് കൂടുതൽ മാർക്ക് നൽകിയ സുനിതാജിക്കും ബേബിച്ചനും കുടുംബവുമായുള്ള ഓർമ്മകൾ കൊണ്ട് പ്രതികരണം നടത്തിയ സിന്ധുജിക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്വാഗത പ്രസംഗം അവതരിപ്പിച്ചെങ്കിലും കുട്ടനാടിന്റെ അവിടുത്തെ പ്രകൃതി ഭംഗിയെ കുറിച്ചും ബേബിച്ചനെ കുറിച്ചും വീണ്ടും പറഞ്ഞു തന്ന നിസാജിയോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി തന്റെ കുട്ടനാടൻ ഓർമ്മകളും പാലക്കാടൻ ഓർമ്മകളും കൊണ്ട് നർമ്മരസത്തോടെ അവതരിപ്പിച്ച കൃഷി ഓഫീസർ ആരാധ ചേച്ചിക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് കുട്ടനാടും അവിടുത്തെ രസകരമായ യാത്രയും ആ നാട്ടുകാരുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ചും ആചാരമായി സംസാരിച്ച പ്രദീപ് ജിയോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്ത പ്രതികരണം നടത്തിയ ജയശ്രീ ചേച്ചിക്കും വളരെ ചുരുങ്ങിയ ഭാഷയിൽ അവതരിപ്പിച്ച ഹമീദാജിക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് വളരെ രസകരമായി ബേബിച്ചനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും രുചിയുടെ മാധുര്യത്തെക്കുറിച്ചും അവതരിപ്പിച്ച മൂർത്തിജിക്കും പ്രസീതാജിക്കും പോഷകാഹാരത്തെക്കുറിച്ചും അവതരിപ്പിച്ച പ്രസീതാജിക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു.
പിന്നീട് പ്രതികരിച്ച പുഷ്പാജിക്കും കാനഡയിൽ നിന്നുള്ള അനിൽജിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു. ഓക്കെ, നന്നായിരിക്കുന്നു. മിനി രണ്ടു വാക്ക് പറയാനായിട്ട് എത്തിയിട്ടുണ്ട്. മിനിയുടെ വാക്കുടെ പറഞ്ഞു. പുലർന്നവരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞങ്ങളെ കുട്ടനാട്ടുകാർ പച്ചയായ ജീവിതത്തെ തുറന്നു കാണിച്ച ബേബിച്ചായനും ലൂസിയാമ്മ. അയ്യോ, ഞാനിവിടെ ഒരു ജോലിയിലാ. കുട്ടനാട്ടുകാരന്റെ പച്ചയായ ജീവിതത്തെ തുറന്നു കാണിച്ച ബേബിച്ചായനും ലൂസിയാമ്മ ചേച്ചിക്കും ഒരുപാട് നന്ദി. പിന്നെ അതിലുപരി എല്ലാവരുടെയും പ്രതികരണങ്ങളും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ പലരും ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ കുട്ടനാട്ടിൽ കണ്ടോ നിങ്ങളുടെ ചെറുക്കന് പെണ്ണ് കിട്ടുകയായിരുന്നു. എല്ലാവരുടെ പ്രതികരണം കേട്ടപ്പോ അതിനും ഒരു സമാധാനമായി. പിന്നെ അപ്പൊ ശരി, ഞാന് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോ ഇനിയും നമ്മുടെ വിഷയം അവതരിപ്പിച്ച ബേബിച്ചാന്റെ പ്രതികരണത്തിലേക്ക്. ലൂസിയാമാൻഡി ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ എന്ത് പറയണം? പറയുന്നെങ്കിൽ പറയാം. ശരിക്കുള്ള അഭിപ്രായം അവിടുന്ന് കണ്ടത്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. വളരെ സന്തോഷം തോന്നി. എല്ലാവരുടെയും പ്രതികരണം കേട്ടപ്പോൾ സന്തോഷം തോന്നി. പിന്നെ ഇത്ര സമയമായില്ല, ഇനി മറുപടി പ്രസംഗം കൂടെ പറയാനുള്ള. ആയിക്കോട്ടെ. ബേബിച്ചായനിലുള്ള ആത്മവിശ്വാസം ലൂസിയാമാൻഡിയുടെ വർദ്ധിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇത്. മറുപടി പ്രസംഗത്തിലേക്ക്. എല്ലാ പ്രിയപ്പെട്ട പുനർനിർമ്മാണങ്ങളെ എല്ലാവർക്കും നമസ്കാരം. കാരണം നമുക്ക് ഇത്രയും ഇപ്പം 19 പേരുണ്ട്. ഇത്രയും സമയം ഇതിനകത്ത് അക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും വളരെ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അപ്പം എന്നെ ഈ പരിപാടിയിലേക്ക് ജോഷി സാറ് ക്ഷണിച്ചപ്പോൾ വളരെ എനിക്ക് ഒത്തിരി ആശങ്കയുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഇത് പറഞ്ഞു ഒപ്പിക്കുമെന്നുള്ളത്. എങ്കിലും സാറ് നിർദ്ദേശിച്ചതല്ലേ എന്ന് ഓർത്ത് ഞാൻ അങ്ങ് സമ്മതിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി അവതരിപ്പിക്കാൻ സാറിന്റെ നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഭയങ്കരമായിട്ട് സാറ് എപ്പോഴും എന്നെ ഒരു 6 മാസം മുമ്പേ വിളിച്ച് എല്ലാം ഇരുന്ന് ഓർപ്പിക്കുകയും പിന്നെ അന്ന് തൊട്ടേ ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സാറിന്റെ നിർദ്ദേശം വേണ്ട കണ്ടന്റുകളെല്ലാം വളരെയധികം ഇതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ സാധിച്ചു. എനിക്ക് ഇത് എല്ലാം പരിപൂർണമായിട്ടുള്ള ഒരു ഭയങ്കര പിന്തുണ സാറിന്റെ ഇതിനകത്തുണ്ട്. സാറിന്റെ കൈയാണ് ഇതിന്റെ മൂന്നാമത്തെ മുഴുവൻ ഉള്ളത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതുപോലെ തന്നെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പ്രിയതമ്മ, എൻ്റെ ലൂസിയാമ്മ എനിക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങൾ ചെയ്തു. ഇതിനകത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് എഴുതുകയും ഒക്കെ ചെയ്ത് ഞാൻ പല ജോലി കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ലൂസിയാമ്മയാണ് ഇതെല്ലാം എഴുതി ഒപ്പിച്ച് എല്ലാം എനിക്ക് പറഞ്ഞു തരികയും എല്ലാം ചെയ്തത്. അപ്പം ലൂസിയാമ്മയ്ക്ക് പ്രത്യേക നന്ദി. അതുപോലെ തന്നെ പിള്ളേർ 2 പേരും വെളിയിലാണ്. അവരെ ഈ പരിപാടി അവതരിപ്പിക്കാൻ എന്നെ വളരെയധികം പ്രേരിപ്പിച്ചു. ഇവരുടെ എല്ലാം നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് ഈ അവതരണത്തിന് പിന്നിലെ എൻ്റെ ശരിയായിട്ടുള്ള ശക്തി. പിന്നെ ഈ പരിപാടി അവതരിപ്പിക്കാൻ ഇനിയും ഇങ്ങനെയുള്ള പരിപാടികളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പുനർനവയിലെ അംഗങ്ങളെല്ലാവരും മുന്നോട്ട് വരണം. ഇവരെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇതെല്ലാം ഒപ്പിച്ചതിന് ഞാൻ ഏറ്റവും നിങ്ങളിലെല്ലാം വളരെ ഒരു നിസ്സാരക്കാരനാണ് ഞാൻ. എന്നെ ഇത്രയും ഇതായിട്ട് പറയാൻ എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനേക്കാട്ടിൽ ഭംഗിയായിട്ട് വളരെ നിഷ്പ്രയാസമായിട്ട് ഈ പരിപാടി അവതരിക്കുവാൻ പറ്റും എന്ന് എനിക്ക് വളരെ നല്ല ആത്മവിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ഈ പരിപാടി മുന്നോട്ട് തുറണം. നമ്മുടെ ഇപ്പം 11 പേരായി. ബാക്കിയുള്ള അംഗങ്ങളും മുന്നോട്ട് ഇത് പറയുവാനായിട്ട് സാർ പറയുമ്പോൾ തന്നെ ഒരു മറിയും കൂടാതെ ഒരു നോയും പറയരുത്. നോയും പറയാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ ഏത് നമ്മുടെ പ്രതിസന്ധിയെയും ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവരും ഇതിനകത്ത് നല്ല മനസ്സുള്ളവരാണ്, നല്ല ഇഴയടപ്പുള്ളവരാണ്. എല്ലാവരും ഇതിനകത്ത് വേണ്ടി ഞാൻ ഈ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ്. ഇനി എല്ലാവരും അതിന് മുന്നോട്ട് വരണം എന്നും കൂടെ പറയുകയാണ്. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും
പ്രതികരണത്തിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇത്ര സമയം വരെ ഇരുന്നതിന് എല്ലാവർക്കും ഒരു നന്ദി അർപ്പിക്കുന്നു. എല്ലാവരെയും ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ഇനിയും എല്ലാവരും വരണം, വീട് കാണാൻ വരണം. നിങ്ങളെ എല്ലാവരും ഞാൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. നമുക്ക് ഓക്കെ, വളരെ നല്ല കാര്യം. ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനി സ്വീകരിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി പറയാനില്ലെങ്കിൽ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. വേറൊന്നും പറയാനില്ലല്ലോ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആ റെക്കോർഡിംഗ് അങ്ങ് ഓഫ് ചെയ്തോ. ലൂസി അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം